ഹായ് വെൽക്കം ടു എജു വേൾഡ് ക്ലാസ്സസ്. നമ്മൾ സൈക്കോളജി സബ്ജക്റ്റിലെ ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്, കോൺഷ്യസ്നെസ് ആൻഡ് അറ്റൻഷൻ. സോ സൈക്കോളജിയിലെ ഫസ്റ്റ് മൊഡ്യൂളാണ്. അതിൽ നമുക്കിന്ന് പഠിക്കാനുള്ളത് കോൺഷ്യസ്നെസ് എന്താണ്, അറ്റൻഷൻ, സോ അതുപോലെ കൺട്രോൾഡ് ആൻഡ് ഓട്ടോമാറ്റിക് പ്രോസസ്സസ് എന്താണ്, ഫങ്ഷൻസ് ഓഫ് അറ്റൻഷൻസ് വരും. അതിൽ വിജിലൻസ്, സെലക്റ്റീവ് അറ്റൻഷൻ, ഡിവൈഡഡ് അറ്റൻഷൻ, സസ്റ്റെയിൻഡ് അറ്റൻഷൻ, ഓൾട്ടർനേറ്റിംഗ് അറ്റൻഷൻ, ഫിസിയോളജിക്കൽ ബേസിസ് ഓഫ് അറ്റൻഷൻ. സോ ഇത്രയുമാണ് പഠിക്കുന്നത്. അതായത് ടൈപ്സും ഫങ്ഷൻസ് ഓഫ് അറ്റൻഷൻസുമാണ് പഠിക്കുന്നത്. സോ അപ്പോൾ ഇതിൽ നമുക്ക് കോൺഷ്യസ്നെസ് ആൻഡ് അറ്റൻഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ അപ്പം ആദ്യം ഇത് നമുക്ക് കേരള യൂണിവേഴ്സിറ്റിയുടെ സിലബസാണ്. കോൺഷ്യസ്നെസ് വരുന്ന ഒരു സിലബസാണിത്. സോ ഇത് കുറച്ചുകൂടി ഡീപ്പായിട്ടാണ്. സോ 2 മാർക്കിന് വരുമോയെന്നറിയില്ല, പക്ഷേ എന്ന് പറഞ്ഞാൽ നമുക്കത് വിട്ട് കളയാൻ പറ്റത്തില്ല. അപ്പം ഇതിലുള്ളത് കൺട്രോൾഡ് ആൻഡ് ഓട്ടോമാറ്റിക് പ്രോസസ്സ് നമ്മൾ പറയുന്നുണ്ട്. ഇനി സർക്കാഡിയൻ റിതം, ചേഞ്ച്, നമ്മുടെ കോൺഷ്യസ്നെസ്സിൽ വരുന്ന ചേഞ്ചിന് നമ്മൾ സ്ലീപ്പ്, ഡ്രീംസ് എന്നൊക്കെ പറയും. സോ അതിൻ്റെ എല്ലാം വീഡിയോ സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ട്. സോ അത് നമുക്ക് കാണണമെങ്കിൽ അത് അഡീഷണലായിട്ട് നിങ്ങൾക്ക് കാണണമെങ്കിൽ കാണാം. സോ ഇപ്പോൾ നമുക്കിത് സിലബസിൽ പറഞ്ഞിട്ടുള്ള സ്പെസിഫൈ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ കോൺഷ്യസ്നെസ് എന്താണെന്ന് നോക്കാം. അവെയർനെസ് ടു വൺസ് ഓൺ മെൻ്റൽ ആക്ടിവിറ്റി ആസ് വെൽ ആസ് ദ എൻവയോൺമെൻറ്റ്. സോ അവെയർ ആയിരിക്കുക, നമ്മൾ കോൺഷ്യസ് ആയിട്ടിരിക്കുക എന്ന് പറയുന്നത്, ബോധത്തോടു കൂടെ ഇരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റും നടക്കുന്ന നമ്മുടെ എൻവയോൺമെൻറ്റിൽ എന്തെല്ലാം നടക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ മെൻ്റൽ ആക്ടിവിറ്റി എന്താണ് എന്നെല്ലാം നമ്മൾ തിരിച്ചറിയുന്നത്. നമ്മൾ അവെയറാണ്. സോ അതിനെയാണ് നമ്മൾ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. നമ്മുടെ ചുറ്റുപാടും എന്ത് നടക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ മെൻ്റൽ ആക്ടിവിറ്റി എന്താണെന്ന് നമ്മൾ തിരിച്ചറിയുന്നു. ആ അവെയർനെസ്സിനെയാണ് നമ്മൾ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. ഇനി ഈ മീനിങ്ങിന് 3 ആപ്ലിക്കേഷൻ വരാം. അത് സെൻസറി അവെയർനെസ് ആകാം, നമുക്ക് സെൻസ് ഓർഗൻസിലൂടെ കിട്ടുന്ന ഇൻഫർമേഷൻസിനെ കുറിച്ചുള്ള അവെയർനെസ് ആകാം, അല്ലെങ്കിൽ ഇന്നർ അവെയർനെസ്, എൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ, മെൻ്റലായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇന്നറായിട്ടുള്ള ഫീലിങ്സ്, ഇമോഷൻസ്. സോ ഇങ്ങനെയുള്ള കാര്യമാണ്. അതല്ലാതെ സെൻസ് ഓഫ് സെൽഫ് ആവും, നമ്മളെക്കുറിച്ച് നമുക്കുള്ള ബോധം. സോ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ, അതിനെക്കുറിച്ചുള്ള കോൺഷ്യസ്നെസ്, ആ ഒരു ബോധ മനസ്സ്. സോ അതാണ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. ഇനി അക്കോർഡിംഗ് ടു ജോൺ ലോക്കിൻ്റെ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കോൺഷ്യസ്നെസ്സിനെ കുറിച്ചുള്ള ഒരു ഡെഫിനിഷനാണ്. സോ ഡെഫിനിഷൻ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക, ജോൺ ലോക്കിൻ്റെയാണ്. കോൺഷ്യസ്നെസ് ഈസ് ദ പെർസെപ്ഷൻ ഓഫ് വാട്ട് പാസസ് ഇൻ എ മാൻസ് ഓൺ മൈൻഡ്. സോ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് ഒരു പെർസെപ്ഷനാണ്. ആ പെർസെപ്ഷനിലൂടെ പെർസെപ്ഷൻ ഓഫ് വാട്ട് പാസസ് ഇൻ എ മാൻസ് ഓൺ, സ്വന്തം മൈൻഡിൽ എന്തൊക്കെ പോകുന്നു എന്നുള്ള ആ ഒരു കാഴ്ചപ്പാട്, ആ ഒരു പെർസെപ്ഷനെയാണ് നമ്മൾ കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ ആ ബോധപൂർവം എന്ന് പറയുന്നത്. അതായത് നമ്മൾ പെർസീവ് ചെയ്യുന്ന എന്തൊക്കെയാണ് നമ്മുടെ മൈൻഡിലൂടെ പോകുന്നതെന്ന് നമുക്ക് തന്നെ അറിയാം. സോ ആ ഒരു അവസ്ഥയാണ് നമ്മൾ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. സോ ഇനി ഈ ഒരു വേർഡ് ഡിറൈവ് ചെയ്ത് വന്നത് ലാറ്റിൻ ഫ്രേസ് ആയിട്ടുള്ള കോൺഷ്യസ് സിബി എന്ന് പറയുന്ന ഒരു ഇതിൽ നിന്നാണ്. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് നോയിങ് വിത്ത് വൺ സെൽഫ്. സോ നോയിങ് വിത്ത് വൺ സെൽഫ് എന്നാണ് ഈ ഒരു ലാറ്റിൻ ഫ്രേസിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. കോൺഷ്യസ്നെസ് ഇസ് ദ സ്റ്റേറ്റ് ഓഫ് ബീയിങ് എവേക്ക് ആൻഡ് അവേ ഓഫ് വൺ സറൗണ്ടിങ്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ 2 ടേം എന്ന് പറയുന്നത്. കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ എന്തിരിക്കും, ഉണർന്നിരിക്കും, എവേക്കായിരിക്കും, ഉണർന്നിരിക്കുന്ന സമയത്ത്. അതുപോലെ അവെയർ ആയിരിക്കും, നമുക്ക് ബോധം ഉണ്ടായിരിക്കും, നമുക്ക് അവെയറാണ്, നമ്മൾ അതിനെക്കുറിച്ച് നമുക്കറിയാൻ പറ്റുക. ഞാനിപ്പോൾ ഇങ്ങനെയാണ്, എന്താണ് എൻ്റെ സറൗണ്ടിങ്ങിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു അവബോധം എന്തായിരിക്കും, നമുക്ക് ഉണ്ടായിരിക്കും. സോ എവേക്ക് ആൻഡ് അവെയറാണ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. നമ്മളൊരു കോൺഷ്യസ്നെസ് സ്റ്റേറ്റിലാണെന്ന് പറയണമെങ്കിൽ ആ ഒരു വ്യക്തി എന്തായിരിക്കണം, ഉണർന്നിരിക്കണം, എവേക്കായിരിക്കണം, അതുപോലെ തന്നെ അവെയർ ആയിരിക്കണം, അതിന് ചുറ്റുപാട് നടക്കുന്ന കാര്യത്തിനെക്കുറിച്ച് അവെയർ ആയിരിക്കണം. സോ ഇതാണ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. ഇനി അറ്റൻഷൻസ് ആൻഡ് കോൺഷ്യസ്നെസ് ഫ്രം 2 പാർഷ്യലി ഓവർലാപ്പിംഗ് സെറ്റ്സ്. സോ അറ്റൻഷനും കോൺഷ്യസ്നെസ് എന്ന് പറയുന്നതാണ് രണ്ടും ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പാർഷ്യലി പകുതി വെച്ച് നമുക്ക് നോക്കേണ്ട ഒരു ഓവർലാപ്പിംഗ് സെറ്റ്സ് ആണ്. സോ നമുക്ക് അറ്റൻഷൻ പറയുമ്പോൾ പറയാം. ഇനി കുറച്ച് ഡെഫിനിഷൻസ് ആണ്. ദ സ്റ്റേറ്റ് ഓഫ് ബീയിങ് അവെയർ, അവെയർനെസ് ടു ബോത്ത് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേർണൽ സ്റ്റിമുലൈ. ഇത് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് ഒരു അവെയർനെസ് ആണ്. എന്താണ്, ബോത്ത് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേർണൽ, പുറത്ത് നടക്കുന്ന എൻവയോൺമെൻറ്റിനെ കുറിച്ചും അവെയറാണ്, അതുപോലെ ഇൻറ്റേർണൽ, നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് എന്താണ്, അവെയറാണ്, ഞാൻ എന്താണ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് അവെയറാണ്. അതുപോലെ എക്സ്റ്റേർണൽ സ്റ്റിമുലൈ, നമുക്ക് പുറത്ത് നിന്നുള്ള അല്ലെങ്കിൽ നമ്മുടെ എൻവയോൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന സ്റ്റിമുലസിന് നമ്മൾ അവെയർ ആകുന്നു. ആ ഒരു അവസ്ഥയാണ് കോൺഷ്യസ്നെസ്
കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. സ്റ്റേറ്റ് ഓഫ് ബീയിങ് അവെയർ ഓഫ് ആൻഡ് റെസ്പോൺസീവ് ടു വൺ സറൗണ്ടിങ്. സോ നമ്മൾ അതുപോലെ അവെയർ ആയിരുന്നാൽ പോലെ അത് എന്താ റെസ്പോൺസീവ് ആയിരിക്കും. കോൺഷ്യസ് ബോധപൂർവ്വം ഇരിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന സ്റ്റിമുലസിന് എതിരായിട്ടുള്ള റെസ്പോൺസ് എന്ത് ചെയ്യും, നമ്മുടെ സറൗണ്ടിങ്സിൽ നമുക്ക് എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് കിട്ടി അതിനെതിരെയായിട്ടുള്ള റെസ്പോൺസും കൂടെ കൊടുക്കും. സോ ആ ഒരു അവസ്ഥയാണ് നമ്മൾ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. സ്റ്റേറ്റ് ഓഫ് ബീയിങ് ക്യാരക്ടറൈസ്ഡ് ബൈ സെൻസേഷൻ, ഇമോഷൻ, വയലേഷൻ ആൻഡ് തോട്ട്. സോ കോൺഷ്യസ്നെസ് ഒരു സ്റ്റേറ്റിലാകുമ്പോഴത്തേക്ക് നമുക്ക് സെൻസേഷൻ ഉണ്ടായിരിക്കും, ഇമോഷൻസ്, വയലേഷൻസ്, തോട്ട്, ഇതെല്ലാം അടങ്ങിയതാണ് എന്തെന്ന് പറയുന്നത് കോൺഷ്യസ് സ്റ്റേറ്റ്, ബോധപൂർവമായിരിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത്. Consciousness consists of all the sensation, perception, memories and feelings you are aware of at any instance. ഇത് ഫാത്തിങ് 1992 അദ്ദേഹത്തിൻ്റെ ഒരു ഡെഫിനിഷനാണ്. കോൺഷ്യസ്നസ്സിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട്, നമ്മൾ സെൻസേഷൻ, നമ്മൾ സെൻസ് ഓർഗൻസ് വഴി പെർസീവ് കിട്ടുന്ന ഇൻഫർമേഷൻസ്, പെർസെപ്ഷൻസ്, ആ സെൻസേഷൻസിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളെ നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന രീതി, അതിനെ കാണുന്ന കാഴ്ചപ്പാട്, സോ അത് പെർസെപ്ഷൻ. സോ മെമ്മറീസ്, നമുക്ക് മൈൻഡിലുണ്ടാകും. നമ്മളെ മെമ്മറീസിനെ കുറിച്ച് നമ്മൾ എന്താണ്, മെമ്മറീസ് അടങ്ങിയിട്ടുണ്ട്, ഫീലിങ്സ് ഉണ്ട്. അത് നിങ്ങൾ ആ മെമ്മറീസ്, ആ ഫീലിങ്സൊക്കെ ആ ഒരു ഇൻസ്റ്റൻസിൽ നിങ്ങൾ ഏതിനെക്കുറിച്ചാണോ നിങ്ങൾ അവെയർ ആയിട്ടുള്ളത് അതിനെയാണ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. സോ ഇതാണ് ഫാത്തിങ്ങിൻ്റെ ഡെഫിനേഷൻ. ഇനി അടുത്ത, കോൺഷ്യസ്നെസ് ഇസ് ദ അവെയർനെസ് ഓഫ് എൻവയോൺമെൻറ്റ് ആൻഡ് കോഗ്നിറ്റീവ് ഇവൻറ്റ്സ് സച്ച് എസ് സൈറ്റ്, സൗണ്ട് ഓഫ് ദ വേൾഡ് ആസ് വെൽ as ഓഫ് വൺസ് മെമ്മറീസ്, thought, feelings and bodily sensation. By this definition, consciousness has two sides. Consciousness include a realization of environmental stimuli. For example, one might become mindful to an old tune, a headache or visual recognition of an old friend. സോ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ എന്താണ് അവെയറാണ്. അതുപോലെ കോഗ്നിറ്റീവ് ഇവൻറ്റ്സ്, നമ്മുടെ ഇൻ്റലക്ച്വൽ രീതിയിലുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ അവെയറായിരിക്കുന്ന അതായത് നമുക്ക് ഓൾറെഡി ഉള്ള മെമ്മറീസ്, അതിനെയൊക്കെ കുറിച്ച് നമുക്ക് ഉള്ള ആ ഒരു അവെയർനെസ്സാണ് മെമ്മറീസ്, തോട്ട്സ്, നമ്മുടെ ഫീലിങ്സ്, അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ കിട്ടുന്ന സെൻസേഷൻസ്. സോ ഇതെല്ലാം എന്താണ് കോൺഷ്യസ്നെസ് ൻ്റെ ഒരു ഭാഗമാണ്. സോ ഇനി കോൺഷ്യസ്നെസ്സിൻ്റെ അകത്ത് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, രണ്ട് സൈഡുണ്ട്. റിയലൈസേഷൻ ഓഫ് എൻവയോൺമെൻറ്റൽ സ്റ്റിമുലസ്, നമുക്ക് പുറമേ നിന്ന് കിട്ടുന്ന സ്റ്റിമുലസിനെ കുറിച്ച് നമുക്ക് റിയലൈസ് ചെയ്യുന്നുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം നമുക്ക് ഒരു പഴയൊരു ഫ്രണ്ടിനെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് ബോധത്തിൽ വരുമല്ലേ, അയാൾ എൻ്റെ കൂടെ പണ്ട് പഠിച്ചിരുന്ന ആൾ. സോ അത് എന്താണ് ഒരു കോൺഷ്യസ്, നമ്മൾ എൻവയോൺമെൻറ്റൽ സ്റ്റിമുലസ് പുറമേ നിന്ന് നമുക്ക് കണ്ണിലൂടെയാണല്ലേ ആ ഫ്രണ്ടിനെ കാണുന്നത്. ആ സ്റ്റിമുലസിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, കോൺഷ്യസ് ആവും അല്ലേ, പണ്ട് എനിക്ക് ഇയാളെ അറിയാം, ഞാൻ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിൽ അവർ നടന്ന അവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി അവർ മനസ്സിൽ എന്ത് ചെയ്യും, ഓർമ്മ വരും. ആ കോൺഷ്യസ്നെസ്സിലോട്ട് കൊണ്ടുവരും, ബോധ മനസ്സിലോട്ട് കൊണ്ടുവരും. സോ അതുകൊണ്ട് തന്നെ എൻവയോൺമെൻറ്റൽ സ്റ്റിമുലി എന്ത് ചെയ്യും, റിയലൈസ് ചെയ്യാനുള്ളൊരു കഴിവുണ്ട് കോൺഷ്യസ്നെസ്സിന്. ഓൾസോ ഇൻക്ലൂഡ് വൺസ് കോഗ്നിസൻസ് ഓഫ് മെൻ്റൽ ഇവൻറ്റ്സ്. സോ അതുപോലെ തന്നെ നമ്മുടെ മെൻ്റൽ ഇവൻറ്റ്സിൻ്റെ കോഗ്നേഷൻസ് നടക്കാം. തോട്ട്സ് ദാറ്റ് റിസൾട്ട്സ് ഫ്രം മെമ്മറീസ്. സോ നമ്മുടെ ചിന്തകളിൽ എന്തോ നമ്മുടെ മെമ്മറിയിൽ നിന്ന് നമുക്ക് കുറേ തോട്ടുകൾ കിട്ടും അല്ലേ, ഞാൻ പണ്ട് ചെയ്ത കാര്യങ്ങളിൽ നിന്ന് പുതിയ തോട്ടുകൾ അല്ലെങ്കിൽ തിങ്കിങ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് വരും. ഇനി കോൺഷ്യസ്നെസ് ഇസ് എ സൈക്കോളജിക്കൽ കൺസ്ട്രക്റ്റ് ആണ്. സോ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നൊരു സൈക്കോളജിക്കൽ കൺസ്ട്രക്റ്റ് ആണ്. എ കൺസെപ്റ്റ് ദാറ്റ് ഇസ് ഡിവൈസ്ഡ് ടു ഹെൽപ്പ് us അണ്ടർസ്റ്റാൻഡ് അവർ ഒബ്സർവേഷൻ or behaviors. The construct of consciousness have several meaning. So ഈ കോൺഷ്യസ്നെസ്സിന് സൈക്കോളജിക്കൽ കൺസ്ട്രക്റ്റ് ആണ്. ഇതിന് നമുക്ക് കുറേ മീനിങ് പറയാം. അതിലാണ് കോൺഷ്യസ്നെസ് സെൻസറി അവെയർനെസ്. അവർ സെൻസ് ഓർഗൻസ് എനേബിൾ us become aware of the environment. So സെൻസറി അവെയർനെസ്, അതിൽ നമ്മുടെ സെൻസ് ഓർഗൻസ് എന്ത് ചെയ്യുന്നു, നമുക്ക് നമ്മുടെ ചുറ്റും നടക്കുന്നുള്ള കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് ഒരു ബോധം ഒരു അവെയർനെസ് തരുന്നുണ്ടല്ലേ സെൻസ് ഓർഗൻസിലൂടെ. വഴിയിൽ എന്തെങ്കിലും മുള്ള കിടന്നാൽ അത് മുള്ളാണ്, അതിൽ നമ്മൾ ചവിട്ടിയാൽ നമുക്ക് കാല് മുറിയും എന്നുള്ളൊരു അവെയർനെസ് അല്ലെങ്കിൽ ആ ഒരു ബോധം നമുക്ക് തരുന്നുണ്ട് സെൻസേഷൻസിലൂടെ, അല്ലെങ്കിൽ നമ്മുടെ സെൻസ് ഓർഗൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു അവെയർനെസ്, സെൻസറി അവെയർനെസ് നൽകുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ കോൺഷ്യസ്നെസ് എന്താണ്, ഒരു സെൻസറി അവെയർനെസ് നൽകുന്നുണ്ട്. സോ അതുപോലെ ഒരു ഇന്നർ സ്റ്റേറ്റ് ആണ്. We are conscious of thought, images, emotions and memories within ourselves.
though they may not have physical occurrence of this aspect. So ഇത് നമ്മുടെ ഒരു മനസ്സിലൊരു ഇന്നർ സ്റ്റേറ്റ് ആണെന്ന് പറയാം കോൺഷ്യസ്നെസ്സിന്, അല്ലേ? നമുക്കൊരു തോട്ടുണ്ട്, നമുക്ക് മനസ്സിൽ ചിന്തയുണ്ട്, അതുപോലെ ഇമേജസ് ഉണ്ട്, ചില കാര്യങ്ങളിൽ ഇമോഷൻസ് ഉണ്ട്, മെമ്മറീസ് ഉണ്ട്. സോ അത് ഫിസിക്കലി ഒക്കറൻ്റ് അല്ലാത്ത കാര്യങ്ങൾക്ക് പോലും നമ്മുടെ മനസ്സിൽ എന്തുണ്ട്? അതിനൊരു മെമ്മറീസ് കാണും. ചിലപ്പം പണ്ട് കാലങ്ങളിൽ നടന്ന എന്തെങ്കിലും ഒരു മെമ്മറീസ് ആയിരിക്കാം. അത് ഫിസിക്കലി അത് നടന്നിട്ടില്ലായിരിക്കാം, അല്ലെങ്കിൽ ഫിസിക്കലി നടന്നിട്ടില്ലെങ്കിൽ പോലും ചില കാര്യങ്ങൾ നമ്മൾ മൈൻഡ് വെച്ച് അല്ലെങ്കിൽ കോൺഷ്യസ്നെസ് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യും? അതിനെങ്ങനെ രൂപീകരിച്ചെടുക്കാറുണ്ടല്ലേ? പല ഇമാജിനേഷൻസ് പോലുള്ള ഹയർ കോഗ്നിറ്റീവ് ലെവൽസ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാറുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് കോൺഷ്യസ്നെസ്സിന് നമുക്കൊരു ഇന്നർ സ്റ്റേറ്റ് ആണെന്ന് പറയാം. Consciousness as the waking state. Consciousness is also referred to as the waking state as opposed, for example, to sleep. So waking, നമ്മൾ ഉണർന്നിരിക്കുന്ന സമയത്ത് നടക്കുന്നതാണ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. എന്താ? സ്ലീപ്പിന് ഓപ്പോസിറ്റ്. സ്ലീപ്പ് എന്ന് പറയുന്നത് അപ്പോഴത്തേക്ക് നമുക്ക് ഉറങ്ങുന്ന സമയത്ത്, എവേക്കൻ അല്ലാത്ത സമയത്ത് ഉള്ളതാണല്ലേ സ്ലീപ്പ് എന്ന് പറയുന്നത്. നമ്മൾ ആ സമയത്ത് മൈൻഡ് എന്താണ്? കോൺഷ്യസ് മൈൻഡിലല്ല. സോ അപ്പം വേക്കിംഗ് സ്റ്റേറ്റിനെയാണ് നമ്മൾ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. Consciousness can be defined as the immediate knowledge or perception of the presence of any object, state or sensation. So കോൺഷ്യസിനെ നമുക്ക് ഈ രീതിയിലും എന്ത് ചെയ്യാം? ഡിഫൈൻ ചെയ്യാം, അല്ലേ? സോ ഒരു ഇമ്മീഡിയറ്റ് നോളജ്, നമുക്കൊരു പെട്ടെന്ന് കിട്ടുന്ന ഒരു നോളജ് ആകാം, അല്ലെങ്കിൽ പെട്ടെന്ന് കിട്ടുന്ന നമുക്കൊരു പെർസെപ്ഷൻ ആവാം. അത് ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു സെൻസേഷൻ ആകാം. സോ ഇതിനെക്കുറിച്ച് നമുക്ക് കിട്ടുന്ന ആ നോളജിനെയാണ് നമ്മൾ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഫീലിംഗ്, പെർസുവേഷൻ ഓർ എക്സ്പെക്ടേഷൻ, എസ്പെഷ്യലി ഇൻവേർഡ് സെൻസ് ഓഫ് ഗിൽറ്റ് or innocence. It actually refers to the state of being conscious. It is a knowledge of one's own existence, condition, sensation, mental operation, acts, etc. So actually ഇത് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് നമ്മൾ ബോധപൂർവം ഇരിക്കുന്ന ആ ഒരു അവസ്ഥയാണ് നമ്മൾ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. ഇവിടെ എന്താണ്? നമ്മുടെ എല്ലാ നോളജുകളും അടങ്ങിയിരിക്കും ഈ ഒരു നമ്മൾ ബോധപൂർവം ഇരിക്കുമ്പോഴത്തേക്ക് നമുക്ക് എത്ര നോളജ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കണ്ടീഷൻ എന്താണ്, നമ്മുടെ സെൻസേഷൻ എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ മെൻ്റൽ ഓപ്പറേഷൻസ് എന്താണ് എന്നെല്ലാം തിരിച്ചറിയുന്ന ആ ഒരു അവസ്ഥയാണ് നമ്മൾ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. ഇനി ടൈപ്പ് ഓഫ് കോൺഷ്യസ്നെസ് ആണ് അടുത്തത്. There are two type of consciousness ഉണ്ട്. ഇൻഡിവിജ്വൽ കോൺഷ്യസ്നെസ്സും കളക്റ്റീവ് അല്ലെങ്കിൽ യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ് എന്ന് പറയും. കളക്റ്റീവ് കോൺഷ്യസ്നെസ്സിനെയാണ് നമ്മൾ യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ്സും പറയുന്നത്. സോ ഇൻഡിവിജ്വൽ കോൺഷ്യസിന് നമുക്ക് രണ്ട് ടൈപ്സ് ഉണ്ട്. ഇൻഡിവിജ്വൽ കോൺഷ്യസ്നെസ്സും കളക്റ്റീവ്. സോ ഇൻഡിവിജ്വൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഓരോ വ്യക്തികളിലും ഉണ്ടാകുന്ന അവരുടെ ഇൻഡിവിജ്വൽ കാര്യങ്ങൾ, അതാണ് ആ വ്യക്തികളെക്കുറിച്ചുള്ള കോൺഷ്യസ്നെസ്. സോ കളക്റ്റീവ് അല്ലെങ്കിൽ യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ് എന്ന് പറയുമ്പോഴത്തേക്കും മൊത്തത്തിൽ നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചുമുള്ള കോൺഷ്യസ്നെസ്സാണ് കളക്റ്റീവ് എന്ന് പറയുന്നത്. സോ എവരി ഇൻഡിവിജ്വൽ ഹ്യൂമൻ ബീയിങ്സ് നീഡ് കോൺഷ്യസ്നെസ് ഫോർ എ ഹാപ്പി ലൈഫ്. സോ നമുക്ക് ബോധപൂർവ്വം ഇരുന്നാൽ മാത്രമേ എന്താവത്തുള്ളൂ, ഒരു ഹാപ്പി ലൈഫ് കിട്ടത്തുള്ളൂ. ക്ലിയർ കോൺഷ്യസ്നെസ് ഫോംസ് ആസ് എ പവർ ഓഫ് കോൺഷ്യസ് ആൻഡ് ഇറ്റ് ക്യാൻ ഡു എവറിത്തിങ്. സോ കറക്റ്റ് ബോധത്തോടെ ഇരിക്കുകയാണെങ്കിൽ അതൊരു പവർ ആയിരിക്കും, അല്ലേ? ആ ഒരു ബോധപൂർവം നമുക്ക് പല കാര്യങ്ങളും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ബോധപൂർവം ഇരുന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റും. ദ ഫിസിക്കൽ ബ്രെയിൻ ഈസ് നോട്ട് എ സോഴ്സ് ഓഫ് എക്സ്പീരിയൻസ്. സം കറണ്ട് ന്യൂറോ സയൻറ്റിസ്റ്റ് നൗ മിസ്റ്റേക്കൻലി ബിലീവ്. While areas of the brain are associated with different consciousness functions, many neuroscientists do admit that they cannot locate emotions, mind and soul in the brain. They cannot also fully explain the human psyche with neuroanatomy. The physical brain is a relay station translating emotional, mental and spiritual events and information into neuroelectrochemical events and information. So ഇത് ഈ ഇത്രയൊരു ഡെഫിനേഷൻ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഡീപ്പായിട്ട് അറിയേണ്ടതായിട്ടുണ്ട്. സോ നമുക്ക് ഓരോ ബ്രെയിനിൽ തന്നെ കോൺഷ്യസ്നെസ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം ഓരോ പാർട്ടുകളാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ബ്രെയിനിനെ തന്നെ ഓരോ പാർട്ടിക്കുലർ ലോക്കലൈസേഷൻ, കോർട്ടിക്കൽ ലോക്കലൈസേഷൻ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. സോ അതുപോലെ ബ്രെയിനിനെ ഡിഫറെൻറ്റ് പാർട്ടുകൾ, പരേറ്റൽ ലോബ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഓരോന്നിലും ഓരോ ഫങ്ഷൻസ് ആണുള്ളത്. സോ ബ്രെയിനിലെ ഓരോ ഏരിയാസും അതിലെ ഓരോന്നിനും ഓരോ കോൺഷ്യസ് ഫങ്ഷൻസ് ആണ് സ്പെസിഫൈ ചെയ്ത് പറയുന്നത്. സോ അതെല്ലാം നമ്മൾ ഓരോ ലോബിൽ ഏതൊക്കെയാണ് നടക്കുന്നതെന്നുള്ളതെല്ലാം നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. സോ അപ്പോൾ അത് നിങ്ങൾക്ക് ഷെയർ ചെയ്തേക്കാം, നിങ്ങൾക്കത് കാണണമെങ്കിൽ കാണാം. സോ അത് ഡീപ്പാണ്, നിങ്ങൾക്ക് വേണമെന്നുള്ളവർക്ക് കാണാം.
ഓക്കെ, ഇനി അടുത്ത് നമുക്ക് ഫങ്ഷൻസ് ഓഫ് കോൺഷ്യസ്നസ് നോക്കാം. കോൺഷ്യസ്നസ് അലൗ ഇൻഡിവിജ്വൽ ടു ബി അവെയർ ഓഫ് ഹിസ് ഓർ ഹെർ സറൗണ്ടിങ് ദെർബൈ ഡിഫൈനിങ് ദ കണ്ടക്സ്റ്റ് ഓഫ് റിമൂവിങ് ആംബിഗ്വിറ്റീസ്. ദെർ ആർ ക്വൈറ്റ് എ ഫ്യൂ ഫങ്ഷൻസ് ഓഫ് കോൺഷ്യസ്നസ് ആൻഡ് ദിസ് ആർ ഗിവൺ ബിലോ. കോൺഷ്യസ്നസ് എന്ന് പറയുന്നത് നമ്മുടെ സറൗണ്ടിങ്ങിൽ നമ്മൾ അവെയർ ആയിട്ടിരിക്കുന്നതാണ്. സോ ഇതിൻ്റെ കുറേ മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻസ് ആണ് പറയുന്നത്. സിംപ്ലിഫിക്കേഷൻ ആൻഡ് സെലക്ഷൻ ഓഫ് ഇൻഫർമേഷൻ. ദർ ഇസ് മച്ച് എഡിറ്റിംഗ് ദാറ്റ് ഗോസ് ഓൺ ഇൻ ദ മൈൻഡ്. സോ കോൺഷ്യസ് ആയിട്ടിരിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും, അതുപോലെ അതിനെ സെലക്ഷൻ നടത്താൻ പറ്റും. അതൊരു എഡിറ്റിംഗ് എന്ന് പറയാം. നമുക്ക് ബോധപൂർവ്വം ഇരിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യാറില്ല, ഒന്നും ഇതാക്കാറില്ല. അതിനെ നമ്മൾ മാക്സിമം അതിനെ സിംപ്ലിഫൈ ചെയ്ത് അതിൽ നിന്ന് ആവശ്യമുള്ളത് മാത്രം എന്ത് ചെയ്യാൻ നോക്കും, സെലക്ട് ചെയ്യാൻ നോക്കും. സോ ഒരു എഡിറ്റിംഗ് പ്രോസസ്സ്, നമ്മുടെ മൈൻഡിൽ നടക്കുന്ന ഒരു എഡിറ്റിംഗ് പ്രോസസ്സാണെന്ന് പറയാം. ഫ്രം ദ ഫസ്റ്റ് കട്ട് ആസ് ദ സെൻസസ് ടു ദോസ് ഓഫ് പെർസെപ്ഷൻ. സോ അതിൽ ആദ്യത്തെ കട്ടാണല്ലോ നമുക്ക് സെൻസേഷൻ കിട്ടുന്ന എല്ലാം നമ്മൾ എന്ത് ചെയ്യാറില്ല, പെർസീവ് ചെയ്യാറില്ല. നമ്മൾ റോഡിലൂടെ എന്ത് ചെയ്യുന്നു, നടന്നു പോവുകയാണ്. നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ സെൻസ് ചെയ്യാറില്ലല്ലേ. കുറേയൊക്കെ നമുക്ക് ആവശ്യമില്ലാന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ പെർസീവ് ചെയ്യാറില്ല. പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കാറ് പോലുമില്ല. അപ്പോൾ സെൻസേഷൻ നടന്നു എന്ന് പറഞ്ഞ് അത് പെർസീവ് ചെയ്യണമെന്നില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഒരു ക്ലാസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ക്ലാസ് ഇവിടെ നടക്കുന്നുണ്ട്, പക്ഷേ നിങ്ങളവിടെ വേറെ എന്തോ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളത് ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ. പക്ഷേ സെൻസേഷൻ അവിടെ എന്താണ്, ലെക്ചർ നടന്നുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ നിങ്ങളതിന് എന്ത് ചെയ്യുന്നില്ല, പെർസീവ് ചെയ്യുന്നില്ല. സോ അപ്പം കോൺഷ്യസ്നസ് ബോധപൂർവ്വം ഇരിക്കുക എന്ന് പറയുന്നത് എന്താണ്, സിംപ്ലിഫിക്കേഷൻ ആൻഡ് സെലക്ഷൻ ഓഫ് ഇൻഫർമേഷൻ ആണ്. Memory and thinking, but still there is far too much information available at once, so there needs to be a choice in what the organism does at any moment. It is a consciousness that the choice is made. So നമുക്ക് പെർസീവ് ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞല്ലേ, സെൻസേഷൻ കിട്ടിയെന്ന് പറഞ്ഞ് നമ്മൾ പെർസീവ് ചെയ്യണമെന്നില്ല. സോ അവിടെ എന്ത് ചെയ്യും, ബോധപൂർവ്വം ഇരിക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് ആവശ്യമുള്ളതാണ്, ചോയ്സ് ബേസ്ഡ് ആയിരിക്കും. അത് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, കോൺഷ്യസ്നെസ്സിലോട്ട് കൊണ്ടുവരും. ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യും, നമ്മുടെ മനസ്സിലോട്ട് കൊണ്ടുവന്നായിരിക്കും ഇതിനെ സോൾവ് ചെയ്യുന്നത്. നമ്മൾ അവിടെ സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് കിട്ടിയ ഇൻഫർമേഷനെ സിംപ്ലിഫൈ ചെയ്ത് അതിൽ നിന്ന് ഏതാണോ ആപ്റ്റായിട്ട് ആ ഒരു സിറ്റുവേഷനിൽ യൂസ് ചെയ്യേണ്ടത് അതിനെ അവിടെ സെലക്ട് ചെയ്ത് അപ്ലൈ ചെയ്ത് ആ പ്രോബ്ലം സൊല്യൂഷൻ ചെയ്യാം. ഇനി ഗൈഡിങ് ആൻഡ് ഓവർസീയിങ് ആക്ഷൻസ്. കോൺഷ്യസ്നസ് കണക്ട് ബ്രെയിൻ ആൻഡ് ബോഡി സ്റ്റേറ്റ് വിത്ത് എക്സ്റ്റേണൽ ഒക്കറൻസ്. സോ കോൺഷ്യസ്നസ് നമ്മുടെ ബ്രെയിനിനെയും ബോഡിയെയും നമ്മുടെ എക്സ്റ്റേണൽ ഒക്കറൻസിൽ നിന്ന് എക്സ്റ്റേണൽ ഒക്കറൻസുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കണക്ട് ചെയ്യുന്നുണ്ട്. ഇൻ ഓർഡർ ടു ഫങ്ഷൻ ഇൻ എ കോംപ്ലക്സ് എൻവയോൺമെൻറ്റ് ആക്ഷൻ മസ്റ്റ് ബി പ്ലാൻഡ്, ഗൈഡഡ് ആൻഡ് ഓർഗനൈസ്ഡ്. സോ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റിൽ നമുക്ക് ആക്ട് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഫങ്ഷൻ ചെയ്യണമെങ്കിൽ നമ്മുടെ ആക്ഷൻസ് എന്ത് ചെയ്യണം, പ്ലാൻ ചെയ്ത് ഗൈഡ് ചെയ്ത് അതിനെ ഓർഗനൈസ്ഡ് ചെയ്യണം. നമ്മുടെ ബോധത്തിൽ വരണം, ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഈ ഒരു കാര്യങ്ങൾ ചെയ്യണം, നമ്മുടെ ആക്ഷൻസിന് ഇങ്ങനെ കൺട്രോൾ ചെയ്യണം എന്നുള്ള കാര്യം എന്ത് ചെയ്യും, നമുക്ക് ബോധ മനസ്സിൽ വരും. സ്പെസിഫിക് ഒരു ഇൻസിഡൻറ്റിൽ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അതുപോലെ അതാണ് പറയുന്നത്, നമ്മൾ മനസ്സ് നമ്മൾ എന്ത് ചെയ്യും, ഗൈഡ് ചെയ്യും, നമ്മുടെ ആക്ഷൻസിനെ ഓവർസീ ചെയ്യും. സോ വി മസ്റ്റ് when and where to walk, when to speak and what to say. Examples ആണ് പറയുന്നത്. When to eat, drink, eliminate and sleep. This action must be coordinated with events in the outside world. At any moment, the content of consciousness is what we are prepared to act on next. So നമുക്കറിയാമല്ലേ, നമ്മൾ കോൺഷ്യസ്നസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഗൈഡ് ചെയ്യുന്നത്, നമുക്ക് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു തരുന്നത്. എവിടെ നമുക്ക് എപ്പോൾ നടക്കണം, അല്ലെങ്കിൽ എവിടെയാണ് നടക്കേണ്ടത്, അല്ലെങ്കിൽ ഇവിടെ എന്ത് സംസാരിക്കണം, അല്ലെങ്കിൽ എന്ത് പറയണം, അതുപോലെ എന്താണ് കഴിക്കേണ്ടത്, അല്ലെങ്കിൽ എന്ത് കുടിക്കണമെന്നൊക്കെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത്, കൊണ്ടുതരുന്ന ആരാണ്, ഗൈഡ് ചെയ്യുന്നത് നമ്മുടെ കോൺഷ്യസ്നസ് ആണ്. ഈ ആക്ഷൻസ് എല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഇവൻറ്റ്സ് എല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത് അതാണ് ഔട്ട്സൈഡ് വേൾഡ്, പുറമേ നിന്നുള്ള ആൾക്കാർ, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനെല്ലാം ഗൈഡ് ചെയ്യുകയും ഓവർസീ ചെയ്യുകയും ചെയ്യുന്നത്. നെക്സ്റ്റ് ഫങ്ഷൻ സെറ്റിംഗ് പ്രയോറിറ്റീസ് ഫോർ ആക്ഷൻ ആണ്. ഇറ്റ് ഈസ് നോട്ട് ഇനഫ് ഫോർ അവർ ആക്ഷൻസ് ടു ബി കോർഡിനേറ്റഡ് വിത്ത് ഇവൻറ്റ്സ് ഇൻ ദ ഔട്ട്സൈഡ് വേൾഡ്. They must reflect our internal needs. സോ നമുക്ക് നമ്മുടെ ആക്ഷൻസ് എല്ലാം പുറത്തു നിന്നും കോർഡിനേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇവൻറ്റ്സ് ആണ് കൺട്രോൾ ചെയ്യുന്നത്, അങ്ങനെ ആവണമെന്നില്ല. ചിലപ്പോൾ അതെന്തായിരിക്കാം, നമ്മുടെ ഇൻറ്റേർണൽ നീഡ്സ് റിഫ്ലക്റ്റ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ അവിടെ പ്രയോറിറ്റീസ് കൊടുക്കും. നമ്മുടെ നമ്മുടെ കോൺഷ്യസ്നസ്സിൽ വരുന്ന പ്രയോറിറ്റീസിക്ക് എന്ത് കൊടുക്കും, അവിടെ
പ്രയോറിറ്റീസ് കൊടുക്കും നമ്മുടെ ആക്ഷൻസ്. അതായത് പെയിൻ ക്യാൻ ഫ്ലഡ് കോൺഷ്യസ്നസ് ഇൻ ദ സെയിം വേ ദാറ്റ് ആൻ എമർജൻസി ഫിൽസ് ദ ഫ്രഞ്ച് പേജ് ഓഫ് എ ന്യൂസ് പേപ്പർ. സോ നമ്മൾ ന്യൂസ് പേപ്പേഴ്സിൽ നമുക്ക് നോക്കാൻ പറയാമല്ലേ, അവിടെ ഏറ്റവും കൂടുതൽ എന്താണ് പെയിനുള്ള അല്ലെങ്കിൽ മുഖ്യ വിഷയമാകുന്ന കാര്യങ്ങളായിരിക്കും അവിടെ എന്ത് ചെയ്യുന്നത്, വലിയ രീതിയിൽ മറ്റുള്ളവർ അവരുടെ കോൺഷ്യസ്നെസ്സിലോട്ട് കൊണ്ടുവരേണ്ട കാര്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ആ ന്യൂസ് പേപ്പറിൽ കൊണ്ടുവരുന്നത്. സോ അവിടെ എന്താണ് ചെയ്യുന്നത്, അത് അവിടെ പ്രയോറിറ്റൈസ് ചെയ്യുകയാണ്, ഇതിന് മുൻനിരയിലോട്ട് അല്ലെങ്കിൽ പ്രയോറിറ്റൈസ് ഈ ആക്ഷൻ അല്ലെങ്കിൽ ഈ ന്യൂസ് അത്രയും പ്രയോറിറ്റി ഉള്ളതാണ് എന്ന് ആ ഒരു ഇതിലൂടെ കാണിച്ചു തരും. സോ അപ്പം കോൺഷ്യസ്നെസ്സിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ആക്ഷൻസിന് പ്രയോറിറ്റീസ് കൊണ്ടുവരാം. The priority system gives certain events, those affecting survival, fast access or controlling influence on consciousness. സോ കോൺഷ്യസ്നെസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കൊരു പ്രയോറിറ്റി സിസ്റ്റം കൊണ്ടുവരാം. ഒരു സർട്ടൻ ഇവൻറ്റ്സിൽ നമുക്ക് എന്താണ് ഏറ്റവും അത്യാവശ്യം എന്നത് നമ്മുടെ ബോധ മനസ്സിലോട്ട് കൊണ്ടുവരികയാണ്. സോ അപ്പം നമ്മുടെ സർവൈവലിന് ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു അപകടത്തിൽ പെട്ടുപോയി. സോ ആ സമയത്ത് നമുക്ക് വിശക്കുന്നതെന്ന് വിചാരിച്ച് നമ്മൾ വിശക്കുന്ന കാര്യം അല്ലെങ്കിൽ വിശപ്പ് തീർക്കാൻ നോക്കത്തില്ല അല്ലേ, അവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നായിരിക്കും നമ്മുടെ കോൺഷ്യസ്നെസ് നമുക്ക് കാണിച്ചു തരുന്നത്. സോ അതാണ് പറയുന്നത് പ്രയോറിറ്റി. നമ്മുടെ ഏതാണോ ഇവൻ്റ് അതിനനുസരിച്ച് അവിടെ പ്രയോറിറ്റി എന്താണോ അതിനനുസരിച്ച് ബോധ മനസ്സിലോട്ട് കൊണ്ടുവരും. ഇപ്പം നിങ്ങൾക്ക് വിശപ്പുണ്ട്, പക്ഷെ അതേസമയം നിങ്ങൾക്ക് കാലൊടിഞ്ഞ് ഭയങ്കര വേദനയായിട്ട് നിങ്ങൾ ഇരിക്കുകയെന്ന് വിചാരിച്ചോ. അപ്പോൾ അവിടെ നിങ്ങൾ ഏതായിരിക്കും ഏറ്റവും ആദ്യം എന്തായിരിക്കും ചെയ്യുന്നത്, ഈ വേദന മാറാനുള്ള കാര്യമായിരിക്കും അവിടെ സെറ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ കോൺഷ്യസ്നെസ് അവിടെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഫോക്കസ് ചെയ്യുന്നത്. സോ അപ്പം നമ്മുടെ ആക്ഷൻസിന് പ്രയോറിറ്റീസ് അല്ലെങ്കിൽ അതിൻ്റെ ഈ ഇൻറ്റൻസി അനുസരിച്ച് അതിൻ്റെ പ്രയോറിറ്റീസ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് കോൺഷ്യസ്നെസ് ചെയ്യുന്ന അടുത്തൊരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. Near the detecting and resolving discrepancies, since the information selected to enter consciousness is usually about change in external and internal world, when there is discrepancy between our stored knowledge about the world and an event, it is more likely to come to consciousness. For instance, a woman in a bikini would probably not attract too much attention on the beach, but if she wore the same outfit to a formal dinner, it would certainly be noticed. സോ നമുക്ക് കോൺഷ്യസ്നെസ് കൊണ്ട് നമുക്ക് പല കാര്യങ്ങൾ ഡിറ്റക്റ്റ് ചെയ്യാനും അതുപോലെ ഡിഫറൻസുകൾ തിരിച്ചറിയാനും റിസോൾവ് ചെയ്യാനും സഹായിക്കും. അതിൽ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ എക്സ്റ്റേണൽ അല്ലെങ്കിൽ ഇൻറ്റേർണൽ ആയിട്ടുള്ള കോൺഷ്യസ്നെസ് കൊണ്ടുവരണമെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസിൽ എന്തെങ്കിലും ഡിസ്ക്രിപ്പൻസീസ് അല്ലെങ്കിൽ ഡിഫറൻസസ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. പക്ഷെ ഉദാഹരണം പറയുകയാണെങ്കിൽ കണ്ടും പറഞ്ഞല്ലേ, ഒരു സ്ത്രീ ഒരു ബിക്കിനി ഡ്രസ്സ് ധരിച്ച് നമ്മൾ ബീച്ചിലൊക്കെ പോകുമ്പോൾ ധരിക്കുന്ന കണക്കത്തെ ഡ്രസ്സ് ധരിച്ച് ഒരു ബീച്ചിൽ അവരിയ്ക്കുകയാണെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ഒരു പാർട്ടിയിലിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ബീച്ചിലിരിക്കുകയാണെന്ന് വിചാരിച്ചു. അപ്പോൾ അവർക്ക് അവിടെ എന്താണ്, അത് ഒരു നോർമൽ ഡ്രസ്സായിട്ടേ തോന്നും. പക്ഷേ അവർ അതേ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്ന് ഒരു ഫോർമൽ ഒരു ഡിന്നർ പാർട്ടിക്കോ അല്ലെങ്കിൽ ഒരു ഫെസ്റ്റിവലിൻ്റെ ഫംഗ്ഷനോ അല്ലെങ്കിൽ ഒരു വെഡ്ഡിങ് സെറമണിക്കോ അവർ അതിട്ടുകൊണ്ട് വന്നാൽ അവിടെ എന്ത് ചെയ്യും, പെട്ടെന്ന് അതിനെ എന്ത് ചെയ്യും, നമ്മുടെ കോൺഷ്യസ്നെസ് മൈൻഡിൽ അവിടെ അതിനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യും. ഇത് ഈ ഒരു സിറ്റുവേഷനിൽ ഇടാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ ആ ഒരു അവബോധം പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരും. സോ ഉദാഹരണം പറഞ്ഞാൽ അമർ അക്ബർ അന്തോണിയിൽ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ, രമേശ് പിഷാരടി അമ്മയ്ക്ക് അസുഖമായിട്ട് വരുമ്പോൾ ഒരു ഷെർവാണിയൊക്കെ ഇട്ടുകൊണ്ട് വരുന്നത്. സോ അപ്പോൾ അവിടെ എന്തുകൊണ്ടാണ് ഷെർവാണി നോർമൽ ഒരു വെഡ്ഡിങ് ഫംഗ്ഷൻ ഇട്ടാൽ ശ്രദ്ധിക്കത്തില്ല ആരും അല്ലേ, പക്ഷേ ഒരു ഹോസ്പിറ്റൽ ആ ഒരു സിറ്റുവേഷനിൽ അത് എന്താണ് ആപ്റ്റല്ല. അപ്പം അത് നമുക്ക് തിരിച്ചറിയിക്കുന്ന ആരാ, നമ്മുടെ കോൺഷ്യസ്നെസ്, നമ്മുടെ അവബോധം നമുക്കിങ്ങനെ വെച്ചിട്ടുണ്ടാ, നമുക്ക് ഈ ഒരു സ്പെസിഫിക്കലി നമുക്ക് എൻവയോൺമെൻറ്റിൽ നിന്ന് കിട്ടിയ കാര്യങ്ങൾ ഇങ്ങനെയാണ്, സോ ഇത് അതിന് ഓപ്പോസിറ്റ് ആണെന്നുള്ള കാര്യം നമ്മുടെ മനസ്സിലോട്ട് കൊണ്ടുവരും. സോ അതുപോലെ വേറെ കൊടുക്കുന്നത്, യു ആർ യൂഷ്വലി നോട്ട് കോൺഷ്യസ് ഓഫ് യുവർ ബ്രീത്തിങ് വെൻ യു ഹാവ് എ കോൾഡ് യുവർ ബ്രീത്തിങ് മേ എൻ്റർ യുവർ കോൺഷ്യസ്നസ്. നമ്മൾ ഡെയിലി ഒരുപാട് വട്ടം ബ്രീത്ത് ചെയ്യുന്നുണ്ടല്ലേ. സോ ചിലപ്പം അന്നേരം നമ്മൾ ആ ബ്രീത്തിങ്ങിന് എന്ത് ചെയ്യാറില്ല, ശ്രദ്ധിക്കാറില്ല, നോർമലായിട്ട് വിടും. പക്ഷേ നിങ്ങൾക്ക് ഒരു പനി വന്ന് മൂക്കടപ്പൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഒരു സഫക്കേഷൻ വന്നു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ ആ ഒരു ബ്രീത്തിങ്ങിന് എന്ത് ചെയ്യും, ഒന്നുകൂടെ ശ്രദ്ധിക്കും അല്ലേ, എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ എനിക്ക് സഫക്കേഷൻ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു മൈൻഡിലോട്ട് അത് കൊണ്ടുവരും, ആ കോൺഷ്യസിനോട്ട് കൊണ്ടുവരും. ഇനി അഡാപ്റ്റേഷൻ ആൻഡ് ലേണിംഗ് ഫംഗ്ഷൻ. അഡാപ്റ്റേഷൻ ടു നോവൽ എക്സ്പീരിയൻസ് റിക്വയർസ് മോർ കോൺഷ്യസ് ഇൻവോൾവ്മെൻറ്റ് ഫോർ സക്സസ്ഫുൾ ലേണിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിങ്സ്. സോ പുതിയ എക്സ്പീരിയൻസിലോട്ട് എന്ത് ചെയ്യാറുണ്ട്, കോൺഷ്യസ്നെസ് നമ്മൾ പുതിയ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് കിട്ടിയാൽ അതിലോട്ട് അഡാപ്റ്റ് ചെയ്യാൻ സഹായിക്കാറുണ്ട്. അതുപോലെ
കൂടുതൽ കോൺഷ്യസ് ഇൻവോൾവ്മെൻറ്റ് വേണ്ടടുത്ത് അത് കൊടുക്കാറുണ്ട്. എന്തിനാണ് ലേണിങ് അല്ലെങ്കിൽ ഒരു പ്രോബ്ലം സോൾവിങ് സക്സസ് ആവണമെങ്കിൽ എന്ത് ചെയ്യണം, ആ ഒരു സിറ്റുവേഷൻ ഏതാണെന്ന് തിരിച്ചറിയണം, അതുമായിട്ട് അഡാപ്റ്റ് ചെയ്യണം, അതിൽ നിന്ന് കാര്യങ്ങൾ ഉൾക്കൊണ്ട് പഠിക്കണം. ഇനി അതുപോലെ റിഫ്ലക്റ്റീവ് ആൻഡ് സെൽഫ് മോണിറ്ററിങ് ഫംഗ്ഷൻ ഉണ്ട്. റിഫ്ലക്റ്റീവ് ആണ്, അതുപോലെ സെൽഫ് മോണിറ്ററിങ് ആണ്. ത്രൂ കോൺഷ്യസ് ഇന്നർ സ്പീച്ച് ആൻഡ് ഇമേജറി വൺ ക്യാൻ റിഫ്ലക്റ്റ് അപ്പോൺ ആൻഡ് ടു സം എക്സ്റ്റെൻറ്റ് കൺട്രോൾ വൺ സെൽഫ് കോൺഷ്യസ് ആൻഡ് അൺകോൺഷ്യസ് ഫങ്ഷനിങ്. സോ നമുക്ക് നമ്മളെക്കുറിച്ച് ഇന്നറായിട്ടുള്ള കാര്യങ്ങൾ അറിയാമല്ലേ, നമ്മൾ എന്താണ് എക്സ്റ്റേണൽ കൺട്രോള്, നമുക്ക് എന്തൊക്കെയാണ് കോൺഷ്യസ് ആയിട്ട് അല്ലെങ്കിൽ അൺകോൺഷ്യസ് ആയിട്ടുള്ള ഫങ്ഷനിങ് എന്താണ് എന്നൊക്കെ നമുക്ക് സ്വയം തിരിച്ചറിയാനുള്ളൊരു ഇതാണ് ഉണ്ട് കോൺഷ്യസ്നെസ്സിലൂടെ. ഇനി എറർ ഡിറ്റക്ഷൻ ആൻഡ് എഡിറ്റിംഗ് ഫംഗ്ഷൻ ഉണ്ട്. കോൺഷ്യസ്നസ് ഹെൽപ്പ് us അവോയ്ഡ് ആക്ടിങ് സോൾലി ത്രൂ ഹാബിറ്റ്. It allows to make novel responses to familiar situation and to use prior knowledge to respond appropriately to novel situation. സോ കോൺഷ്യസ്നെസ് ഹെൽപ്പ് us അവോയ്ഡ് ആക്ടിങ് സോൾലി ത്രൂ ഹാബിറ്റ്. സോ നമുക്ക് ഡെയിലി ഒരു ഹാബിറ്റ് ഉണ്ട്, സോ അതിന് കറക്റ്റായിട്ട് തന്നെ എല്ലാം ആ ഹാബിറ്റിൽ അത് തന്നെ ചെയ്യണമില്ല, അല്ലെങ്കിൽ ആ ഒരു ആക്ഷന് ആ ഒരു റെസ്പോൺസ് തന്നെ കൊടുക്കണമെന്നില്ല അല്ലേ. അവിടെ എറർ ഡിറ്റക്ഷനും ഇപ്പോൾ ഒരു വട്ടം നമ്മൾ ചെയ്ത കാര്യം തെറ്റാണെങ്കിൽ അത് പുതിയ രീതിയിൽ ചെയ്ത് അതെങ്ങനെ സക്സസ് ആക്കാമെന്നുള്ള കാര്യമെല്ലാം എന്ത് ചെയ്യുക, നമുക്ക് അവബോധമുണ്ടെങ്കിൽ അല്ലെങ്കിൽ കോൺഷ്യസ്നെസ് ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാൻ പറ്റും. ഒരു നോവൽറ്റി വരാം. ഇപ്പോൾ പ്രീവിയസ് ഞാൻ ഈ ഒരു പ്രോബ്ലം ചെയ്തപ്പോൾ എനിക്കിങ്ങനെ തെറ്റി, അപ്പോൾ അവിടെ എന്ത് ചെയ്യുക, കോൺഷ്യസ്നെസ്സിലോട്ട് വരാം, അപ്പോൾ ഞാനത് ചെയ്തു, അപ്പോൾ ഇത് തെറ്റാണ്, അപ്പം പുതിയ രീതിയിൽ എങ്ങനെ ഇത് ചെയ്യാം, പുതിയ നൊവാലിറ്റി കൊണ്ടുവരിക, പുതിയ രീതിയിൽ ഇന്നോവേറ്റീവായിട്ട് എങ്ങനെ ചെയ്തുകൊണ്ട് അത് സോൾവ് ചെയ്യാന്നുള്ള, അല്ലെങ്കിൽ അത് എഡിറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇത് ഒഴിവാക്കിക്കൊണ്ട് പുതിയത് ഇൻക്ലൂഡ് ചെയ്ത് സക്സസ് ആക്കാം എന്നൊക്കെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് കോൺഷ്യസ്നെസ് ഒരു ഫംഗ്ഷനാണ്. അതുപോലെ ഡിസിഷൻ മേക്കിങ്ങിന് സഹായിക്കുന്നു. കോൺഷ്യസ്നെസ് ഹെൽപ്പ് us to make rational decision instead of relying on emotional responses. സോ ഡിസിഷൻ മേക്കിംഗ്, എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ ഡിസിഷൻ എടുക്കണമെങ്കിൽ അത് നമ്മൾ റാഷണലായിട്ട് തിങ്ക് ചെയ്യണം. ശരി ഏതാ തെറ്റേതാന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് ചെയ്യാം. അതല്ലാതെ ഒരു ഇമോഷണൽ ബേസിസിൽ മാത്രം ചെയ്യാതെ റാഷണലായിട്ട് നമുക്കതിനെ ഡിസിഷൻ എടുക്കാൻ കോൺഷ്യസ്നെസ് സഹായിക്കുന്നു. ഇവിടുത്തെ കോൺഷ്യസ്നെസ് ക്യാൻ ബി ഇത് കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള ഡെഫിനേഷൻസും അതിനെക്കുറിച്ചുള്ള കുറച്ച് ഇതുമാണ്. നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ആയതുകൊണ്ട് എവിടെ നിന്നൊക്കെ ചോദിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ചിലപ്പം എന്താണ് ഓരോ സ്റ്റേറ്റ്മെൻറ്റ് വീതമായിരിക്കാൻ തരുന്നത്. സോ അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് വെച്ചിരിക്കുക. So consciousness can be defined as the awareness of our own thoughts, feelings and perception and our surrounding at any given moment. So ഒരു ഗിവൺ മൊമെൻറ്റിൽ നമുക്ക് നമ്മളെക്കുറിച്ച് അറിയാവുന്ന നമ്മുടെ തോട്ടുകൾ, ഫീലിങ്സ്, പെർസെപ്ഷൻ, നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. സോ നമ്മുടെ സറൗണ്ടിങ്സിൽ എന്തൊക്കെ നടക്കുന്നു, അതായത് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേർണൽ ഇവൻസിനെ കുറിച്ച് നമുക്കുള്ള അവബോധം. സോ ഇതിനെയാണ് നമ്മൾ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. സോ ഇത് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു റിയാലിറ്റി ക്രിയേറ്റ് ചെയ്ത് തരുന്നുണ്ട്. ആൻഡ് ഇസ് സെൻട്രൽ ടു അവർ സെൻസ് ഓഫ് സെൽഫ്. നമ്മുടെ സെൽഫ് നമ്മൾ എന്താണെന്ന് കാണിച്ചു തരുന്നത് എന്താണ്, നമ്മുടെ ബോധ മനസ്സാണ്. Our sense of self is developed through being aware of what we are doing, why we are doing it, and the awareness that others are probably observing, evaluating and reacting to it. സോ നമ്മുടെ സെൽഫ് എന്ന് സെൻസ് ഓഫ് സെൽഫ് എന്ന് പറയുന്നത് നമുക്ക് എന്താ, ബീയിങ് അവെയർ ഓഫ് വാട്ട്, നമ്മൾ എന്താണ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ എന്തിനാണ് അത് ചെയ്യുന്നത്, അത് എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്നൊക്കെ ഉള്ള കാര്യം നമ്മൾ തന്നെ എന്ത് ചെയ്യുക, തിരിച്ചറിയുന്നു. സോ അതിന് ആ ഒരു അവസ്ഥയാണ് നമ്മൾ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. Our level of awareness of internal event and external surrounding is known as state of consciousness. സോ ഇത്രയേ ഉള്ളൂ കോൺഷ്യസ്നെസ്സിനെ കുറിച്ച്. സോ ഇതിൽ വരുന്നതാണ് BSc സൈക്കോളജിയിൽ വരുന്ന ടോപ്പിക്കുകൾ. കോൺഷ്യസ്നെസ്സിൽ അതിൽ വേക്കൻ്റ് ഇതിൽ ചേഞ്ച് ഇൻ കോൺഷ്യസ്നെസ്സിൽ വരുന്നതാണ് സ്ലീപ്പും ഡ്രീമും. സോ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാം. സോ ഇനി നമുക്ക് അടുത്ത അറ്റൻഷൻ എന്താണെന്ന് നോക്കാം. റൈറ്റ് നൗ as you are reading these lines, you are exercising attention. Often studied by cognitive psychologists, attention have been found to play vital role in every aspect of human behavior. സോ നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ ഈ ലൈൻ ഇത് റീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. സോ അപ്പോൾ ഇവിടെ നിങ്ങൾ എന്തുവാ ചെയ്യുന്നത്, അറ്റൻഷൻ കൊടുക്കുക എന്നുള്ളതാണ്. അറ്റൻഷൻ നിങ്ങൾക്ക് ആ ഒരു അറ്റൻഷൻ ഉണ്ടെങ്കിൽ മാത്രം, ആ ഒരു ശ്രദ്ധ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റൂ, കറക്റ്റായിട്ടും മനസ്സിലാവത്തുള്ളൂ. സോ അപ്പോൾ അറ്റൻഷനെ കുറിച്ചുള്ള കുറച്ച് ഡെഫിനേഷൻസ് ആണ് പറയുന്നത്. റോസിൻ്റെ 1951 ഹാസ് ഡിഫൈൻഡ് ഇറ്റ് ആസ് ദ പ്രോസസ് ഓഫ് ഗെറ്റിംഗ് ആൻ ഒബ്ജക്റ്റ് ഓർ തോട്ട് ക്ലിയർലി ബിഫോർ ദ മൈൻഡ്.
സോ അറ്റൻഷൻ എന്ന് പറയുന്നത് നമുക്കൊരു കാര്യം നമ്മുടെ മനസ്സിലോട്ട് എത്തുന്നതിന് മുമ്പായിട്ട് നമുക്ക് നടക്കുന്ന ആ ഒരു പ്രോസസ്സിനെ അതിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആകർഷിക്കുന്നു. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അറ്റൻഷൻ എന്ന് പറയുന്നത്. പ്രോസസ് ഓഫ് ഗെറ്റിംഗ് ആൻ ഒബ്ജക്റ്റ് ഓർ തോട്ട് ക്ലിയർലി ബിഫോർ ദ മൈൻഡ്. നമുക്കൊരു കാര്യം മനസ്സിലാക്കുന്നതിന് മുമ്പായിട്ട് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും ഇല്ല. നമുക്ക് അതിലോട്ട് അറ്റൻഷൻ ഉണ്ടെങ്കിൽ, ആ ഒരു ശ്രദ്ധ ഉണ്ടെങ്കിൽ മാത്രമേ അതിലോട്ട് എന്ത് ചെയ്യാറുള്ളൂ, ആ കാര്യം നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് മൈൻഡിൽ ക്ലിയർ ആയിട്ട് ആ ഒബ്ജക്റ്റ് എന്താണ് അല്ലെങ്കിൽ ആ പറഞ്ഞ തോട്ടിൻ്റെ മീനിങ് എന്താണെന്നുള്ള കാര്യം കറക്റ്റ് മൈൻഡിൽ എത്തത്തുള്ളൂ. സോ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ അറ്റൻഷൻ എന്ന് പറയുന്നത്. സോ ഇത് റോസിൻ്റെ 1951 ഡെഫിനിഷനാണ്. Attention relate to the information that you are actively processing, either consciously or even outside conscious awareness. Attention relate to the information that you are actively processing, either consciously or even outside conscious awareness. So attention എന്ന് പറയുന്നത് നമ്മുടെ ഇൻഫർമേഷൻ, നിങ്ങൾ ആക്റ്റീവായിട്ട് പ്രോസസ്സ് ചെയ്യുന്ന ഇൻഫർമേഷൻ എന്താണോ അതിനെയാണ് നമ്മൾ അറ്റൻഷൻ റിലേറ്റ് ചെയ്തിരിക്കുന്നത്. സോ അതല്ലാതെ നിങ്ങൾ കോൺഷ്യസ്ലി ആവുക, അല്ലെങ്കിൽ കോൺഷ്യസ്നെസ് ഇല്ലാതെ, അല്ലെങ്കിൽ കോൺഷ്യസ് അവയർനെസ് ഇല്ലാതെ എന്ത് ചെയ്യാം, ഇത് അറ്റൻഷൻ നടക്കാം. അറ്റൻഷൻ ഓവർലാപ്സ് വിത്ത് കോൺഷ്യസ്നെസ്. സോ ഈ ഒരു അറ്റൻഷൻ എന്താണ്, കോൺഷ്യസ്നെസ്സുമായിട്ട് ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്. യു ആർ കോൺഷ്യസ്ലി അവെയർ ഓഫ് ഇസ് ഓഫൻ ഓൾസോ ദ ഫോക്കസ് ഓഫ് അറ്റൻഷൻസ്. സോ നിങ്ങൾ കോൺഷ്യസ് ആയിട്ട് നിങ്ങൾ ഒരു കാര്യത്തിലോട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് അവിടെ അറ്റൻഷൻ എന്താണ്, അവിടെ ഫോക്കസ് ഓഫ് അറ്റൻഷൻ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു കോൺഷ്യസ്നെസ് എന്താണ്, നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അവബോധമായിട്ടിരിക്കുന്നത്, നിങ്ങൾ അറ്റൻഡഡ് ആയിട്ട് ഇരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ട്രൈ റീകോളിംഗ് വാട്ട് യു എയ്റ്റ് ഫോർ ഡിന്നർ ലാസ്റ്റ് നൈറ്റ്. ദ ആൻസർ റിക്വയർസ് അറ്റൻഷൻ ഇൻ ഓർഡർ ടു റീച്ച് യുവർ കോൺഷ്യസ് അവയർനെസ്. സോ ഇപ്പോൾ ഉദാഹരണം പറയാം, നിങ്ങൾ പെട്ടെന്ന് എന്ത് ചെയ്യുകയാണ്, ഒരാൾ വന്ന് ചോദിക്കുക നിങ്ങൾ എന്താണ് ഇന്നലെ രാത്രി കഴിച്ചത് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളെ കോൺഷ്യസ്നെസ്സിൽ അവിടെ ഉണ്ട്. ആ ലാസ്റ്റ് നൈറ്റിൽ നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റും അല്ലേ, ആ ലാസ്റ്റ് നൈറ്റിൽ ഞാൻ ഇതാണ് കഴിച്ചത് എന്ന് പറയാം. പക്ഷെ അവിടെ ആ കോൺഷ്യസിലോട്ട് എത്തണമെങ്കിൽ, ആ ഒരു ഇതിലോട്ട് എത്തണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം, അറ്റൻഷൻ വേണം. സോ അറ്റൻഷൻ ഉണ്ടെങ്കിൽ ആ ഒരു അറ്റൻഷൻ കിട്ടിയാൽ മാത്രമേ ആ കോൺഷ്യസ്നെസ്സിൽ നിങ്ങൾക്ക് ആ കാര്യം ഓർത്തെടുക്കാൻ പറ്റത്തുള്ളൂ. ഇനി അടുത്ത വില്യം ജെയിംസിൻ്റെ ഒരു അറ്റൻഷനെ കുറിച്ചുള്ള ഡെഫിനേഷനാണ്. ഇസ് ഫോക്കസിങ് ഓഫ് കോൺഷ്യസ്നെസ് ഓൺ എ പർട്ടിക്കുലർ ഒബ്ജക്റ്റ്. സോ ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റിലോട്ട് ഫോക്കസ് ചെയ്യുന്നു നമ്മുടെ കോൺഷ്യസ്നെസ്. സോ നമ്മുടെ ബോധ മനസ്സിനെ ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റിലോട്ട് എന്ത് ചെയ്യുന്നു, ഫോക്കസ് ചെയ്യുന്നു. സോ അതിനെയാണ് അറ്റൻഷൻ എന്നാണ് വില്യം ജെയിംസ് പറയുന്നത്. സോ അറ്റൻഷൻ ഈസ് ഫോക്കസിങ് ഓഫ് കോൺഷ്യസ്നെസ്. നമ്മുടെ ബോധം മനസ്സിനെ ഒരു ഇതിലോട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഫോക്കസ് ചെയ്യിക്കുന്നതിനെയാണ് നമ്മൾ അറ്റൻഷൻ എന്ന്. പർട്ടിക്കുലർ ഒബ്ജക്റ്റ് ആവാം, അത് ഇവൻ്റ് ആകാം, അത് എന്ത് സ്പെസിഫിക് ആയിട്ടുള്ളൊരു കാര്യമാകാം. നമ്മുടെ ബോധ മനസ്സിനെ അതിലോട്ട് ഫോക്കസ് ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന് അറ്റൻഷൻ എന്ന് നമുക്ക് പറയാം. ഇറ്റ് ഇംപ്ലൈസ് വിത്ഡ്രോവൽ ഫ്രം സംതിങ് ഇൻ ഓർഡർ ടു ഡീൽ എഫക്റ്റീവ്ലി വിത്ത് others. It implies withdrawal from something in order to deal effectively with others. സോ ചില കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടി ചിലതിലോട്ടുള്ള അറ്റൻഷൻ നമ്മൾ എന്ത് ചെയ്യത്തില്ല, അറ്റൻഷൻ നമ്മൾ മാറ്റും. ഇപ്പോൾ ഉദാഹരണം, ഇപ്പോൾ ഒരേ സമയത്ത് നമുക്ക് 2 പരീക്ഷ വന്നെന്ന് വിചാരിച്ചോ. സോ അപ്പോൾ ഒരെണ്ണം നമുക്ക് എന്ത് ചെയ്യണം, കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യണം. അപ്പോൾ 2നും കൂടെ അറ്റൻഷൻ കൊടുക്കുമ്പോഴത്തേക്ക് അത് 2ഉം കിട്ടാൻ ചാൻസ് കുറവാണ്. സോ അപ്പോൾ ഏതെങ്കിലും നമ്മൾ ഇമ്പോർട്ടൻസ് അനുസരിച്ച് ഏതെങ്കിലും ഒരെണ്ണത്തിലോട്ട് എന്ത് ചെയ്യും, ഒന്നിൽ നിന്നും പിന്മാറി ഒരെണ്ണത്തിലോട്ട് മാത്രമായിട്ട് ഫോക്കസ് കൊടുക്കുക, അല്ലെങ്കിൽ ആ അറ്റൻഷൻ അല്ലെങ്കിൽ നമ്മുടെ കോൺഷ്യസ്നെസ് കൊടുക്കും. ഇറ്റ് ഈസ് ടേക്കിംഗ് പൊസഷൻസ് ഓഫ് വൺ ഔട്ട് ഓഫ് സെവറൽ സൈമിൾട്ടേനിയസ് ഒബ്ജക്റ്റ് ഓർ ട്രെയിൻസ് ഓഫ് തോട്ട് ബൈ മൈൻഡ് ഇൻ എ ക്ലിയർ ആൻഡ് വിവിഡ് ഫോം. ഇത് അറ്റൻഷൻ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ഒരു ടൈമിലോട്ട് അല്ലെങ്കിൽ ഇതിലോട്ടായിരിക്കും കൊടുക്കുന്നത്. അല്ലാതെ ഒരേ സമയം പല 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 കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, നമ്മുടെ മൈൻഡിൽ അത് അറ്റൻഷൻ കിട്ടത്തില്ല. സോ അതാണ് പറയുന്നത്. ഇനി ഈ അറ്റൻഷനെ തന്നെ നമുക്ക് 5ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. സെലക്റ്റീവ് അറ്റൻഷൻ ഉണ്ട്, ഡിവൈഡഡ് അറ്റൻഷൻ, സസ്റ്റെയിൻഡ് അറ്റൻഷൻ, എക്സിക്യൂട്ടീവ് അറ്റൻഷൻ, ഓൾട്ടർനേറ്റിംഗ് അറ്റൻഷൻ. സോ ഇത്രയാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത്. ഇനി അറ്റൻഷൻ മേ ബി ടൈപ്സിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്ക് ഈ അറ്റൻഷനെ കുറിച്ച് പഠിക്കാനുണ്ട്. സോ അതായത് കോഗ്നിറ്റീവ് ഇൻഹിബിഷൻ എന്താണ്, ഇത് ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. അറ്റൻഷൻ മേ ബി ഡിഫറൻഷിയേറ്റഡ് അക്കോർഡിംഗ് ടു ഇറ്റ്സ് സ്റ്റേറ്റസ് ആസ് ഓവേർട്ട് വേഴ്സസ് കവേർട്ട്. സോ അറ്റൻഷനെ നമുക്ക് 2ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഓവേർട്ട് അറ്റൻഷൻ എന്നും കവേർട്ട് അറ്റൻഷൻ എന്നും പറയാം. ഓവേർട്ട് അറ്റൻഷൻ ഈസ് ദ ആക്ട് ഓഫ് ഡയറക്റ്റിംഗ് സെൻസ് ഓർഗൻസ് ടുവേർഡ്സ് എ സ്റ്റിമുലസ് സോഴ്സ്. സോ ഓവേർട്ട് എന്ന് പറയുമ്പോൾ പുറമേ നമുക്ക് കാണാൻ പറ്റും. സോ ഒരു സ്റ്റിമുലസ് അല്ലെങ്കിൽ ഒരു സെൻസ് ഓർഗൻസ് നമ്മൾ ഡയറക്റ്റ് ഒരു സ്റ്റിമുലസ് സോഴ്സിലോട്ട് നമ്മൾ എന്ത് ചെയ്യും, ഡയറക്റ്റ് ചെയ്യുക. സോ അതിന് നമുക്ക് ഓവേർട്ട് അറ്റൻഷൻ എന്ന് പറയാം.
സോ ഒരു അല്ലെങ്കിൽ ഒരു എന്താ ഫുള്ള് ഗ്രീനായിട്ടുള്ള ഒരു ഗാർഡൻ, ആ ഗാർഡൻ്റെ അകത്ത് ഒരു കുറേ റെഡ് റോസസ് ഇങ്ങനെ നമുക്ക് നിൽക്കുക. സോ അപ്പോൾ അവിടെ നമ്മൾ പെട്ടെന്ന് നമുക്ക് എന്തായിരിക്കും അവിടെ അറ്റൻഷൻ വരുന്നത്, നമ്മുടെ നമ്മുടെ സെൻസ് ഓർഗൻ നമ്മുടെ ആ സ്റ്റിമുലസ് സോഴ്സിലോട്ട്, ആ പൂവിലോട്ട് എന്ത് ചെയ്യും, അട്രാക്ഷൻ കൊണ്ട് കൊടുക്കും. സോ അങ്ങനെയുള്ളതിനെ ഓവേർട്ട് അറ്റൻഷൻ എന്ന് പറയും. ഇനി കവേർട്ട് അറ്റൻഷൻ ഇസ് ദ ആക്ട് ഓഫ് മെൻ്റലി ഫോക്കസിങ് ഓൺ വൺ ഓഫ് സെവറൽ പോസിബിൾ സെൻസറി സ്റ്റിമുലസ്. സോ കവേർട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇൻറ്റേർണൽ ആയിട്ടുള്ള മെൻ്റലി ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ ഇതിൽ നമുക്ക് ഒരുപാട് സ്റ്റിമുലസ് കിട്ടുന്നുണ്ടെങ്കിലും അതിലേതെങ്കിലും ഒരെണ്ണത്തിലോട്ട് നമ്മൾ എന്ത് ചെയ്യും, ഫോക്കസ് അല്ലെങ്കിൽ അറ്റൻഷൻ കൊണ്ടു കൊടുക്കും. സോ അതാണ് കവേർട്ട് അറ്റൻഷൻ എന്ന് പറയുന്നത്. So covert attention is thought to be a neural process that enhances the signal. Covert attention ഇത് കൂടുതലും ഒരു ന്യൂറൽ പ്രോസസ്സ്, നമ്മൾ ഇൻറ്റേർണൽ ഒരു സ്ട്രക്ചറാണ് ന്യൂറോൺസ്. സോ അതിൻ്റെ സിഗ്നൽസിൻ്റെ പ്രകാരമായിരിക്കും ഈ കവേർട്ട് അറ്റൻഷൻ നടക്കുന്നത്. ഇനി അടുത്ത കോഗ്നിറ്റീവ് ഇൻഹിബിഷൻ. അറ്റൻഷൻ ഡിപ്പെൻഡ്സ് ഓൺ കോഗ്നിറ്റീവ് ഇൻഹിബിഷൻ, ദാറ്റ് ഈസ് ദ എബിലിറ്റി ടു കൺട്രോൾ ഡിസ്ട്രാക്റ്റിംഗ് സ്റ്റിമുലൈ വിത്തിൻ ആൻഡ് ഔട്ട്സൈഡ് എൻവയോൺമെൻറ്റ്. സോ അറ്റൻഷൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് കോഗ്നിറ്റീവ് ഇൻഹിബിഷനെയാണ്. സോ കോഗ്നിറ്റീവ് ഇൻഹിബിഷൻ എന്ന് പറയുന്നത് നമുക്ക് എബിലിറ്റി ടു കൺട്രോൾ ഡിസ്ട്രാക്റ്റിംഗ് സ്റ്റിമുലൈ വിത്തിൻ ആൻഡ് ഔട്ട്സൈഡ് എൻവയോൺമെൻറ്റ്. സോ നമുക്ക് ഒരു കാര്യത്തിലോട്ട് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സമയത്ത് അതിനെ ഡിസ്ട്രാക്റ്റ് ചെയ്യുന്ന ഒരുപാട് ഘടകങ്ങൾ കാണും. സോ അപ്പോൾ ഈ ഘടകങ്ങളൊക്കെ എന്ത് ചെയ്യും, ഈ ഡിസ്ട്രാക്ഷൻ വരുന്ന ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യുകയും അല്ലെങ്കിൽ ആ സ്റ്റിമുലസിനെ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് അതിലോട്ട് എന്ത് ചെയ്യാൻ പറ്റൂ, അറ്റൻഷൻ കൊടുക്കാൻ പറ്റൂ. ഇപ്പോൾ നമ്മൾ പഠിക്കുകയാണെന്ന് വിചാരിച്ചോ, അപ്പോൾ ഇത്ര ദിവസം കൊണ്ട് എനിക്ക് ഇന്ന് ഈ ഒരു ടോപ്പിക്ക് തീർക്കണമെന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ അറ്റൻഷനായിട്ട് അല്ലെങ്കിൽ ആ ഒരു കോൺഷ്യസ്നെസ്സോടുകൂടി ഇങ്ങനെ ഇരിക്കും. അപ്പോഴത്തേക്ക് എന്ത് ചെയ്യും, ഫോണിൽ മെസ്സേജ് വരും. അപ്പോൾ അവിടെ എന്താവും, നമ്മുടെ കോഗ്നിറ്റീവ് ഇൻഹിബിഷൻ അവിടെ നടക്കും. അവിടെ ഡിസ്ട്രാക്ഷൻ നടക്കും. സോ അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യാം, അപ്പോൾ ആ ഫോൺ അല്ലെങ്കിൽ അതിനെ അവഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ മെസ്സേജ് നോക്കാതെ നമ്മൾ വന്ന ഡിസ്ട്രാക്ഷൻ എല്ലാം മാറ്റി വെച്ച്, ആ സ്റ്റിമുലസ് നമുക്ക് പുറമെ നിന്ന് കിട്ടിയ ആ സ്റ്റിമുലസ് എല്ലാം മാറ്റി വെച്ച് ആ ഡിസ്ട്രാക്ഷൻ മാറ്റിയിട്ട് നമ്മൾ വീണ്ടും അതിലോട്ട് പോകുകയാണെങ്കിൽ ആ ഒരു എബിലിറ്റി, ആ ഒരു കഴിവിനെയാണ് നമ്മൾ കോഗ്നിറ്റീവ് ഇൻഹിബിഷൻ എന്ന് പറയുന്നത്. സോ അറ്റൻഷൻ എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് കൂടുതലും? സോ കോഗ്നിറ്റീവ് ഇൻഹിബിഷനാണ്. ഈ അറ്റൻഷൻ നടക്കണമെങ്കിൽ ഈ ബാക്കിയുള്ള ഡിസ്ട്രാക്ഷൻസ് എല്ലാം മാറിയാൽ മാത്രമേ നമുക്ക് എന്താണോ വേണ്ടത് അതിലോട്ട് ശ്രദ്ധ ഫോക്കസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇൻഡിവിജ്വൽസ് കേപ്പബിൾ ഓഫ് കോഗ്നിറ്റീവ് ഇൻഹിബിഷൻസ് ആർ ഏബിൾ ടു കീപ് ദെയർ മൈൻഡ് ഫ്രം അതർ തോട്ട്സ്. സോ കോഗ്നിറ്റീവ് ഇൻഹിബിഷൻ ഉള്ള ആൾക്കാർക്ക് അവരുടെ മൈൻഡ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരെന്താണോ ചിന്തിക്കേണ്ടതെന്നുള്ള കാര്യം അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. മൈൻഡ് അല്ലെങ്കിൽ അവരുടെ തോട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. ദേ ആർ ഏബിൾ ടു പ്രിവെൻറ്റ് അൺറിലേറ്റഡ് സ്റ്റിമുലൈ ഫ്രം ഇൻ്റർഫിയറിംഗ് വിത്ത് ദ ടാസ്ക് അറ്റ് ഹാൻഡ്. സോ അവർ ചെയ്യുന്ന കാര്യത്തിലോട്ട് കൂടുതൽ ഫോക്കസ് കൊടുക്കാൻ അവർക്ക് സാധിക്കും. അതിൽ വരുന്ന ഡിസ്ട്രാക്ഷൻസിനെ എല്ലാം ഒഴിവാക്കിക്കൊണ്ട് ചെയ്യാൻ പറ്റും. സോ കോഗ്നിറ്റീവ് ഇൻഹിബിഷൻ ഉണ്ടെങ്കിൽ എങ്ങനെ ചെയ്യാൻ പറ്റൂ. കപ്പാസിറ്റി ഫോർ കോഗ്നിറ്റീവ് ഇൻഹിബിഷൻ ഇൻക്രീസസ് വിത്ത് ഏജ് ആൻഡ് ഇറ്റ് ഡെവലപ്സ് markedly during middlehood. It receives further impetus during adolescence. It is believed that frontal lobe is largely responsible for it. So ഇതിൽ ഈ കോഗ്നിറ്റീവ് ഇൻഹിബിഷൻ അല്ലെങ്കിൽ ഈ ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് ഫോക്കസ് ചെയ്യുക അല്ലെങ്കിൽ അറ്റൻഷൻ കൂടുതൽ കൊടുക്കുക എന്ന് പറയുന്നത് അതിന് സഹായിക്കുന്ന ലോബാണ് ഫ്രോണ്ടൽ ലോബ് എന്ന് പറയുന്നത്. സോ ബ്രെയിനിലെ പാർട്ടാണ്. സോ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ഉണ്ട്. സോ നിങ്ങൾക്ക് കാണാം. സോ ഈ കോഗ്നിറ്റീവ് ഇൻഹിബിഷൻ്റെ കപ്പാസിറ്റി നമുക്ക് ഏജ് ആകുന്നതിനനുസരിച്ചാണ് ഇത് കൂടി വരുന്നത്. കുഞ്ഞുകാലങ്ങളിൽ നമുക്ക് പെട്ടെന്ന് അറ്റൻഷൻ കിട്ടാൻ പാടല്ലേ. കുട്ടികളെ പഠിപ്പിക്കുന്നവർക്കറിയാം, ഈ കുട്ടികൾക്ക് ഈ ഒരു ഇതിലോട്ട് അറ്റൻഷൻ അവർക്ക് പെട്ടെന്ന് എന്ത് ചെയ്യും, ഡിസ്ട്രാക്ഷൻസ് വരും. പുറമേ നിന്ന് എന്ത് വന്നാലും അവർ അതിലോട്ട് തിരിയും. സോ അപ്പോൾ ആ ഒരു കോഗ്നിറ്റീവ് ഇൻഹിബിഷൻസ് വയസ്സ് നമുക്ക് കൂടുന്നതിനനുസരിച്ചായിരിക്കും ഇത് കിട്ടുന്നത്. ഡിസ്ട്രാക്ഷൻ ഒന്നുമില്ല, വരുന്ന ഡിസ്ട്രാക്ഷൻ അല്ലെങ്കിൽ മാറ്റി ഒന്നിലോട്ട് കോഗ്നിറ്റീവ് ഇൻഹിബിഷൻ നടത്താൻ വേണ്ടി സഹായിക്കുന്നത് ഏജ് കൂടുന്നതിനനുസരിച്ച് അത് കൂടിക്കൊണ്ടേയിരിക്കും എന്നാണ് പറയുന്നത്. ഇനി ഡിറ്റർമിനൻസ് ഓഫ് അറ്റൻഷൻ. സോ കോഗ്നിറ്റീവ് ഇൻഹിബിഷൻ എന്താണ്, അറ്റൻഷനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. സോ നമുക്ക് വരുന്ന ഡിസ്ട്രാക്ഷൻസിനെ ഒഴിവാക്കി അതിലോട്ട് ഫോക്കസ് ചെയ്യാൻ സഹായിക്കുന്ന കഴിവിനെയാണ് നമ്മൾ കോഗ്നിറ്റീവ് ഇൻഹിബിഷൻ എന്ന് പറയുന്നത്. സോ അത് ഓർത്ത് വെച്ചിരിക്കുക. ഇനി ഡിറ്റർമിനൻസ് ഓഫ് അറ്റൻഷൻ. ഇനി അറ്റൻഷൻസ് എങ്ങനെ ഡിറ്റർമിൻ ചെയ്യാം? നേച്ചർ ഓഫ് സ്റ്റിമുലസിൻ്റെ നേച്ചർ അനുസരിച്ചാണ്. ബൈ നേച്ചർ ഓഫ് സ്റ്റിമുലസ് വി മീൻ വെദർ ദ സ്റ്റിമുലസ് ഇസ് ഓഡിറ്ററി ഓർ വിഷ്വൽ. ജനറലി കമ്പയർഡ് ടു ഓഡിറ്ററി സ്റ്റിമുലസ്, എ വിഷ്വൽ സ്റ്റിമുലസ് അട്രാക്ട്സ് attention more easily. It happens because visual stimulus make more impressive projections upon the brain. For example, when passing by the side of a cinema hall, we are more easily drawn to the poster on the wall than to the sound coming from within.
സോ സ്റ്റിമുലസിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കിട്ടുന്ന സ്റ്റിമുലസിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അറ്റൻഷന് പറയാം, അറ്റൻഷൻ ഡിറ്റർമിൻ ചെയ്യാം. അതായത് നമുക്ക് ഓഡിറ്ററി, നമുക്ക് കേൾക്കുകയും അതുപോലെ കാണുകയും ചെയ്യുക എന്ന് പറയുന്നത്. സോ അതിൽ ഏറ്റവും കൂടുതലായിട്ട് നിൽക്കുന്നത് പെട്ടെന്ന് നമുക്ക് അറ്റൻഷൻ കിട്ടുന്നത് വിഷ്വൽ സ്റ്റിമുലസിനാണ്. സോ നമുക്ക് പറയാറില്ലേ, കുട്ടികളിൽ പറഞ്ഞ് മാത്രം പഠിപ്പിക്കാതെ അവർക്കത് ഒബ്ജക്റ്റ് കാണിച്ചു കൊണ്ട് പഠിപ്പിച്ചാൽ കുറച്ചുകൂടെ അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അത് പെട്ടെന്ന് അവർക്ക് എന്ത് ചെയ്യും, അറ്റൻഷനിലോട്ട് എത്താൻ പറ്റും. വീഡിയോസൊക്കെ ഇട്ട് കൊടുത്ത് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കാറുണ്ട് അല്ലേ. സോ അല്ലെങ്കിൽ ഓരോ നമുക്ക് പറയുന്ന കണ്ടൻറ്റിനനുസരിച്ച് അതിൻ്റെ പിക്ചേഴ്സ് കാണിച്ചുകൊണ്ട് പഠിപ്പിക്കാറുണ്ട്. സോ അപ്പോൾ വിഷ്വൽ കാണുമ്പോഴത്തേക്ക് അവർക്ക് കൂടുതൽ ഇൻട്രസ്റ്റഡ് ആയിരിക്കും. സോ അപ്പം നമുക്ക് കിട്ടുന്ന സ്റ്റിമുലസിൻ്റെ നേച്ചർ എന്താണോ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, അറ്റൻഷൻ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു സിനിമ ഹാളിൻ്റെ ഫ്രണ്ടിൽ കൂടെ നിങ്ങൾ പോവുകയാണെങ്കിൽ ആ തിയേറ്ററിൻ്റെ അകത്ത് സിനിമ നടക്കുകയായിരിക്കും. പക്ഷേ നിങ്ങൾ അതിനായിരിക്കും അതേസമയം അതിൻ്റെ പുറത്ത് അതിൻ്റെ സിനിമയുടെ പിക്ചറും കാണുമായിരിക്കും, അതിൻ്റെ ആ പോസ്റ്റർ കാണുമായിരിക്കും. സോ നിങ്ങൾ ഏതിലായിരിക്കും ഫോക്കസ് കൊടുക്കുന്നത്? പിക്ചർ, അതിൽ നിന്ന് വരുന്ന സൗണ്ടിനേക്കാളും ആദ്യം നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് അതിലുള്ള പിക്ചേഴ്സാണ്. എന്ത് ചെയ്യും, നിങ്ങളുടെ വിഷ്വൽ നിങ്ങൾ എന്ത് ചെയ്യും, ഫോക്കസ് ചെയ്യും. അപ്പോൾ സ്റ്റിമുലസിന് എന്തുണ്ട്, അറ്റൻഷൻ്റെ ഒരു ഡിറ്റർമിനൻ്റ് ഘടകമാണ് സ്റ്റിമുലസിൻ്റെ നേച്ചർ എന്ന് പറയുന്നത്. സോ അതുപോലെ ചേഞ്ച് ഇൻ സ്റ്റിമുലസ്, എനി സഡൻ ചേഞ്ച് ഇൻ സ്റ്റിമുലസ് പ്രസൻറ്റ് ബിഫോർ യു ഇൻബൗണ്ട് ടു അട്രാക്ട് യുവർ അറ്റൻഷൻ. ഫോർ എക്സാമ്പിൾ, യു ആർ സ്റ്റഡിങ് ആൻഡ് ടേബിൾ ഫാൻ ഈസ് റണ്ണിങ് അറ്റ് യുവർ സൈഡ്. യു വിൽ പേ എനി അറ്റൻഷൻ ടു ഇറ്റ്. ഇഫ് ഇറ്റ് സ്റ്റോപ്പ് സഡൻലി, ഇമ്മീഡിയറ്റ്ലി യു അറ്റൻഷൻ വിൽ ബി ഡ്രോൺ ടുവേർഡ് ഇറ്റ്. സോ സ്റ്റിമുലസിൽ വരുന്ന ചേഞ്ചസ് കാരണം നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാം, അറ്റൻഷൻ വരാം അല്ലേ. പെട്ടെന്ന് നിങ്ങളിപ്പോൾ കുറേ നേരം ഒരേ സമയത്ത് പഠിച്ചുകൊണ്ടിരിക്കുക, നിങ്ങളുടെ സൈഡിൽ ഫാൻ ഇരിപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫാൻ അവിടെ ഉണ്ട്. സോ പക്ഷേ അന്നേരം നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം അറ്റൻഷൻ മൊത്തം എവിടെയാണ്, സ്റ്റഡീസിലാണ്. പെട്ടെന്ന് ഫാൻ നിന്നാൽ മാത്രമായിരിക്കും നിങ്ങൾ അതിനെ എന്ത് ചെയ്യുന്നത്, പെട്ടെന്ന് ഫാൻ നിന്നു ആ ഒരു ഇതിലോട്ട് അറ്റൻഷൻ നിങ്ങൾക്ക് പോകുന്നത്. സോ അപ്പോൾ നമ്മുടെ സ്റ്റിമുലസിൽ വരുന്ന ചേഞ്ചസിന് അവിടെ എന്തുണ്ട്, അത് അറ്റൻഷൻ ഡിറ്റർമിൻ ചെയ്യുന്നുണ്ട്. ഇനി നൊവാലിറ്റി ഓഫ് സ്റ്റിമുലസ്, വെൻ എ സ്റ്റിമുലസ് അപ്പിയേഴ്സ് ബിഫോർ us in a routine manner, we stop paying attention to it, for we get accustomed to it and it loses its novelty. But when it renews itself, our attention is immediately drawn to it. For example, when one of your classmates who usually wears pant and shirt suddenly comes in kurta and pajama, your attention is suddenly attracted to him. This novelty of a stimulus is one factor that determines your attention. So novelty, ഒരു പുതുമ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്ത് ചെയ്യും, നമുക്ക് കിട്ടുന്ന സ്റ്റിമുലസിന് ഒരു പുതുമ ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് അതിലോട്ട് അറ്റൻഷൻ കിട്ടും. സോ നമുക്ക് സ്ഥിരമായിട്ട് നിങ്ങൾക്ക് ഒരു റൊട്ടീൻ ഉണ്ടല്ലേ, ആ റൊട്ടീൻ മാറി അതിലൊരു പുതിയതായിട്ട് നൊവൽറ്റി, അല്ലെങ്കിൽ ഒരു ഇന്നോവേറ്റീവ്നെസ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു അറ്റൻഷൻ കിട്ടും. സോ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങളുടെ ക്ലാസ്സിൽ ഒരു കുട്ടി സ്ഥിരം എന്താണ് സാരി ഉടുത്തുകൊണ്ട് വരുന്ന ഒരു കുട്ടിയാണെന്ന് വിചാരിച്ചോ. പെട്ടെന്നൊരു ദിവസം, എല്ലാ ദിവസവും സാരി ഉടുത്ത് നിങ്ങൾ കണ്ടിട്ട് പെട്ടെന്നൊരു ദിവസം ഒരാൾ ചുരിദാർ ഇട്ടുകൊണ്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് എന്തോ പെട്ടെന്ന് നിങ്ങൾക്ക് അറ്റൻഷൻ അങ്ങോട്ട് പോകും അല്ലേ, അത്രയും നാൾ സാരിയാണ് കണ്ടത്. സോ അപ്പോൾ പുതിയതായിട്ടൊരു സ്റ്റിമുലസ് അവിടെ വന്നു, അപ്പോൾ അറ്റൻഷൻ അങ്ങോട്ട് പോകും. സോ അതാണ് നൊവാലിറ്റി ഓഫ് സ്റ്റിമുലസ്. ദ മൂവ്മെൻറ്റ് ഓഫ് സ്റ്റിമുലസ്, മൂവിങ് ഒബ്ജക്റ്റ് അട്രാക്ട് അവർ അറ്റൻഷൻ മോർ ഈസിലി ദാൻ സ്റ്റാറ്റിക് വൺ. സോ perhaps this is the reason that big emporiums and cinema halls decorate their hoardings with moving lights, or when a motorcycle suddenly zooms past us, our attention is drawn to it. സോ നമുക്ക് ഒരു സ്റ്റിമുലസ് മൂവ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ അട്രാക്ഷൻ എന്ത് ചെയ്യും, അങ്ങോട്ട് പോകുമെന്നാണ് പറയുന്നത്. സോ നമ്മൾ അത് അപ്പോൾ ഈ പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് കടകളിലൊക്കെ ആണെങ്കിൽ എന്ത് മാത്രമേ കണ്ടിട്ടുള്ളൂ, ഒരു നെയിം ബോർഡോ അല്ലെങ്കിൽ അങ്ങനത്തെ കണ്ടു. ഇപ്പോൾ അതിന് ചുറ്റും എന്താണ്, ലൈറ്റ് ഇങ്ങനെ മൂവ് ചെയ്യുന്നത് രീതിയിൽ LED സ്ട്രക്ചർ. സോ അപ്പം മൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ അവിടെ ഒരു അറ്റൻഷൻ നിങ്ങൾക്ക് കിട്ടും. സോ അതാണ് മൂവ്മെൻറ്റ് ഓഫ് സ്റ്റിമുലസ് എന്ന് പറയുന്നത്. ഇനി ഡ്യൂറേഷൻ ഉണ്ട്. വി പേ മോർ അറ്റൻഷൻ ടു എ സ്റ്റിമുലസ് ദാറ്റ് സ്റ്റേ ഫോർ ലോങ്ങർ ഡ്യൂറേഷൻ ബിഫോർ us than the one which is present for a short while. For example, if a photograph is placed before us for only a few seconds, we may not pay attention to it. But when it is there for minutes together, we are more likely to pay attention to it. സോ നമ്മുടെ അറ്റൻഷൻ കിട്ടാൻ ഡ്യൂറേഷൻ ഒരു ഘടകമാണ്, ഡിറ്റർമിനൻ്റ് ആണ്. ഇപ്പം ഒരുപാട് ഡ്യൂറേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ആ കാര്യത്തിനെക്കുറിച്ച് കുറച്ചുകൂടെ അതിലോട്ട് അറ്റൻഷൻ കൂടുതൽ കിട്ടും. സോ ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടിൽ കുറച്ച് നേരം ഒരു ഫോട്ടോഗ്രാഫ് നിങ്ങൾ ഫ്രണ്ടിൽ ഇരിക്കുകയാണ്, നിങ്ങൾ കുറച്ച് നേരം അതിൻ്റെ അകത്തോട്ട് നോക്കിയിരുന്നെന്ന് വിചാരിച്ചോ.
കുറച്ച് നേരം നിങ്ങളത് നോക്കിയിരിക്കും. പക്ഷേ കുറേ നേരം ആ പിക്ചർ നിങ്ങൾ അടുത്തിരിക്കുകയാണെങ്കിൽ അത് എന്ത് ചെയ്യും, അത് പിന്നെയും നിങ്ങൾ അതിലോട്ട് കൂടുതൽ വീണ്ടും അട്രാക്ഷൻ, അല്ലെങ്കിൽ അതിലോട്ട് നിങ്ങൾ കുറച്ചുകൂടെ അറ്റൻഷൻ കൊടുക്കും. ഇതെന്താണ് സംഭവം, ഇതെന്താ എവിടെ നിന്നുള്ളതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, കൊടുക്കും. അപ്പോൾ ഡ്യൂറേഷൻ ഓഫ് സ്റ്റിമുലസ് അതാണ്. അതുപോലെ പൊസിഷൻ ഓഫ് സ്റ്റിമുലസ്, ചേഞ്ച് ഇൻ പൊസിഷൻ ഓഫ് സ്റ്റിമുലസ് ഓൾസോ അട്രാക്ട് അവർ അറ്റൻഷൻ. അതർ തിങ്സ് ബീങ് ഈക്വൽ, why is it that a stimulus sometimes attract our attention and sometimes not? The best example of this is the newspaper. If a heading is printed on the front page, it attracts our attention, but if it is on inside page, it does not attract our attention. So position, ഒരു സ്റ്റിമുലസിൻ്റെ പൊസിഷൻ എന്ത് ചെയ്യുന്നുണ്ട്, അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. ഉദാഹരണം പറയാം, ന്യൂസ് പേപ്പറിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ട് ഒരു വാർത്ത ഫ്രണ്ട് പേജിൽ വന്നു കഴിഞ്ഞാൽ, അതിൻ്റെ പൊസിഷൻ ഫ്രണ്ട് പേജിൽ വന്നു കഴിഞ്ഞാൽ അതിന് നമുക്ക് എന്ത് ചെയ്യും, കൂടുതലായിട്ട് നമുക്ക് അറ്റൻഷൻ കിട്ടും. അതേ വാർത്ത തന്നെ നമ്മൾ അകത്ത് ചെറിയ കോളത്തിലാണ് കൊടുക്കുന്നതെങ്കിൽ അതിൽ അത്രയും ഒരു അറ്റൻഷൻ കിട്ടത്തില്ല. അതാണ് പൊസിഷനും അറ്റൻഷനും തമ്മിലുള്ള determinants. Isolation of stimulus. When a stimulus stands isolated from other stimulus, it is more likely to draw our attention towards it. For example, if in a party you find a person who is standing isolated from others, he all of a sudden draws your attention. He compels you to think why he is standing like that. So ഒരു സ്റ്റിമുലസ് എല്ലാം ഒരേപോലെ ഇരിക്കുന്നു, അതിൽ നിന്ന് ഒരെണ്ണത്തിന് വ്യത്യാസമുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യും, ആ ഐസൊലേറ്റ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ആ ഡിഫറെൻ്റ് ഉള്ള സ്റ്റിമുലസിനെ നമ്മൾ എന്ത് ചെയ്യും, ഒന്ന് നോട്ടീസ് ചെയ്യും. ഉദാഹരണം, ഒരു പാർട്ടിയിൽ എല്ലാവരും എൻജോയ് ചെയ്യുന്ന അല്ലെങ്കിൽ എല്ലാവരും ഒരേ കണക്ക് ഡാൻസ് ചെയ്യുന്നു, പാട്ട് ചെയ്യുന്നു, പക്ഷെ ഒരാൾ മാത്രം സ്പെസിഫിക് ആയിട്ട് ഒരാൾ മാത്രം എന്ത് ചെയ്യുന്നു, ഒന്നും ചെയ്യാതെ വെളിയിൽ ഇറങ്ങി നിൽക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമിച്ച് നിൽക്കുന്ന കണക്ക് തോന്നും. അപ്പോൾ പെട്ടെന്ന് എല്ലാവരും അറ്റൻഷൻ ആരിലോട്ട് പോകും, ആ ഐസൊലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു ഇൻഡിവിജ്വലിലോട്ട് ആ ഒരു അറ്റൻഷൻ പോകും. സോ അതാണ് ഐസൊലേഷൻ ഓഫ് സ്റ്റിമുലസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ഇൻറ്റൻസിറ്റി ഓഫ് സ്റ്റിമുലസ്. Intensity of stimulus is another factor that determines our attention. Greater the intensity of stimulus, the more likely it is to attract our attention. For example, in a dark night, our attention is immediately drawn toward the bright twinkling stars in the sky. സോ സ്റ്റിമുലസിൻ്റെ തീവ്രത അനുസരിച്ച് എന്ത് ചെയ്യുന്നു, നമ്മുടെ അറ്റൻഷൻ പോകാറുണ്ട്. നമ്മുടെ സ്റ്റിമുലസിന് എത്രത്തോളം തീവ്രതയുണ്ടോ അതിനനുസരിച്ച് നമ്മുടെ അറ്റൻഷൻ എന്ത് ചെയ്യും, അതിലോട്ട് പോകും. സോ അതൊരു ഫാക്ടറാണ്. അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ രാത്രിയാണെങ്കിൽ നമുക്ക് ആകാശത്ത് നക്ഷത്രം വയ്ക്കുമ്പോൾ നമ്മുടെ അട്രാക്ഷൻ എങ്ങോട്ടായിരിക്കും പോകുന്നത്, നക്ഷത്രങ്ങളിലോട്ടായിരിക്കും അല്ലേ പോകുന്നത്. അതേസമയം രാവിലെ നമുക്ക് ക്ലോക്ക് ഉണ്ടെങ്കിൽ പോലും അതിലെ സൗണ്ട് നമ്മൾ എന്ത് ചെയ്യില്ല, നോട്ടീസ് ചെയ്യത്തില്ല. പക്ഷേ രാത്രി ആകുമ്പോഴത്തേക്ക് വേറെ സൗണ്ടുകളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് അതിനെന്ത് ചെയ്യും, ആ ടിക്ലിംഗ് സൗണ്ട്, വാച്ചിൻ്റെ ടിക്ക് സൗണ്ട് പെട്ടെന്ന് നമുക്ക് കിട്ടും. സോ അതാണ് ഇൻറ്റൻസിറ്റി അനുസരിച്ച് എന്ത് ചെയ്യും, അറ്റൻഷൻ കൂടും. പിന്നെ ഹാബിറ്റ്. എവറി പേഴ്സൺ ഹാവ് സം ക്യാരക്ടറിസ്റ്റിക് ഹാബിറ്റ്. സം പീപ്പിൾ chew tobacco, some have smoking habit, still others have the habit of drinking. You will find that smokers easily pay attention to shop of cigarettes. സോ നമ്മുടെ ശീലങ്ങൾ, ഹാബിറ്റ് ഉണ്ട്, നമുക്ക് ഓരോ ഹോബീസ് അല്ലെങ്കിൽ നമ്മുടെ ഹാബിറ്റുകളുണ്ട്. സോ അതെന്ത് ചെയ്യും, നമ്മുടെ അറ്റൻഷൻ പേ ചെയ്യാറുണ്ട്. ചില ആൾക്കാർ ടൊബാക്കോ യൂസ് ചെയ്യാറുണ്ട്, ചിലർ സിഗരറ്റ് യൂസ് ചെയ്യാറുണ്ട്, ചിലർ ഡ്രിങ്ക് ചെയ്യാറുണ്ട്. സോ അപ്പോൾ അവരുടെ ഒരു ഹാബിറ്റാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ അവരെന്ത് ചെയ്യാറുണ്ട്, ഏതെങ്കിലും കടകളിൽ പോകുമ്പോഴത്തേക്ക് സിഗരറ്റ് കടകളിലോട്ടായിരിക്കും അവരുടെ അറ്റൻഷൻ പോകണം. സോ അതല്ല, നിങ്ങൾക്കിപ്പം ഡ്രസ്സ് ഡിസൈൻ ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാരാണല്ലേ. സോ അപ്പോൾ നിങ്ങൾ ഒരു ഷോപ്പിൽ പോകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ നിങ്ങൾ റോഡിൽ കൂടെ പോകുമ്പോഴത്തേക്ക് നിങ്ങൾ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്യുന്നത് എന്തായിരിക്കും, നിങ്ങൾ അറ്റൻഷൻ കൊടുക്കുന്നത് ഒരു കടയിലെ ഡിസ്പ്ലേസിലുള്ള ഡ്രസ്സുകൾ, അതിലെ മോഡലുകൾ, അല്ലെങ്കിൽ അതിലെന്തൊക്കെ വർക്കുകൾ ഉണ്ടെന്നുള്ളതായിരിക്കും നിങ്ങളുടെ അറ്റൻഷൻ. സോ നമ്മുടെ ഹാബിറ്റിന് എന്ത് ചെയ്യുന്നുണ്ട്, അറ്റൻഷൻ ഒരു ഡിറ്റർമിനൻ്റ് ആണ്. അതുപോലെ നീഡ്. So our biological need also to some extent determine our attention. When hungry and moving through the market, our attention is easily drawn by food shops. So നമ്മുടെ ബയോളജിക്കൽ നീഡ്സ് ഉണ്ട് അല്ലേ. സോ നമ്മുടെ ബോഡിയിലുള്ള നീഡുകൾ എന്ത് ചെയ്യും, പെട്ടെന്ന് അറ്റൻഷൻ വാങ്ങും. നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് വിശക്കുകയാണെങ്കിൽ നിങ്ങളൊരു മാർക്കറ്റിൽ കൂടെ പോകുകയാണെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും സെർച്ച് ചെയ്യുന്നത്, നിങ്ങളുടെ അറ്റൻഷൻ എങ്ങോട്ട് പോകും, എവിടെയെങ്കിലും ഫുഡ് ഷോപ്പ് ഉണ്ടോ എന്നായിരിക്കും എന്ത് ചെയ്യുന്നത്, നിങ്ങൾ തിരക്കുന്നത്. സോ ഇപ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് ദാഹിക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യില്ല, എവിടെയെങ്കിലും ഒരു ബിവറേജസ്, ജ്യൂസുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഷോപ്സ് ഉണ്ടോ എന്നായിരിക്കും നിങ്ങൾ സെർച്ച് ചെയ്യുന്നത്. സോ അപ്പോൾ നീഡിനെ ബേസ് ചെയ്ത് എന്ത് ചെയ്യും, അറ്റൻഷൻ ഒരു ഡിറ്റർമിനൻ്റ് ആണ്. ഇനി എക്സ്പെക്റ്റേഷൻ also decides our attention. For example, if your father daily returns home in the evening at 7 p.m, you will immediately pay attention when the door opens at around this time.
സോ എക്സ്പെക്റ്റേഷൻ ഉണ്ടല്ലേ, നമുക്ക് ഓരോരുത്തർക്കും ഓരോ എക്സ്പെക്റ്റേഷൻ ഉണ്ടല്ലേ, പ്രതീക്ഷകളുണ്ടല്ലേ. ഉദാഹരണം പറയുകയാണെങ്കിൽ അച്ഛൻ ഇന്ന് 7 മണിക്ക് വരുമെന്നറിയാം. അച്ഛൻ വരുമ്പോഴത്തേക്കും നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, എന്നും പ്രതീക്ഷിക്കുന്നുണ്ട് 7 മണിക്ക് വരുമെന്ന്. സോ അപ്പം 7 മണിക്ക് വേറൊരാൾ വന്ന് തുറന്നാലും നിങ്ങളുടെ അറ്റൻഷൻ എന്ത് ചെയ്യും, അങ്ങോട്ട് പോകും. അപ്പോൾ 7 മണിക്ക് നിങ്ങൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പെക്റ്റേഷൻ ഉണ്ട്. സോ അപ്പം എക്സ്പെക്റ്റേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, അറ്റൻഷൻ്റെ ഒരു ഡിറ്റർമിനൻ്റ് ആണ്.